أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഹസ്രത്ത് അബൂബക്കറിന് ഖിലാഫത്തിൽ വന്നതിനു ശേഷം അഭിമുഖീകരിക്കേണ്ടി വന്ന പ്രയാസങ്ങളെ പറ്റിയാണ് പറഞ്ഞു വന്നിരുന്നത്. അതിൽ ആദ്യത്തെ പ്രയാസത്തെ പറ്റി പറഞ്ഞിരുന്നു. അത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗത്തിൽ ഉണ്ടായ ദുഃഖമായിരുന്നു. അത് എല്ലാ മുസ്ലിങ്ങൾക്കും ഒരുപോലെ ഉണ്ടായിരുന്നെങ്കിലും ഏറ്റവും അധികം അത് ഹസ്രത്ത് അബൂബക്കറിനായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹം ചെറുപ്പം കാലം മുതലേയുള്ള കൂട്ടുകാരനായിരുന്നു എന്നതായിരുന്നു അതിനുള്ള കാരണം. അദ്ദേഹത്തിനാണ് ഏറ്റവും കൂടുതൽ ദുഃഖമുണ്ടായിരുന്നത്. അതുകൂടാതെ വിശ്വാസത്തിൻ്റെയും ആത്മാർത്ഥതയുടെയും കാര്യത്തിലുള്ള അദ്ദേഹത്തിൻ്റെ സ്ഥാനവും, അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ചെയ്ത ബയ്യത്തിൻ്റെ ആഴങ്ങളിൽ ചെന്നുകൊണ്ടുള്ള തിരിച്ചറിവും മറ്റാർക്കും ഇല്ലായിരുന്നു. പക്ഷേ ആ സന്ദർഭത്തിൽ അദ്ദേഹം വളരെയധികം ധീരതയുടെയും അതുപോലെ വിശ്വാസ പ്രദർശനത്തിൻ്റെയും വലിയ ഒരു ഉദാഹരണമായിരുന്നു കാഴ്ചവെച്ചിരുന്നത്. അത് പറഞ്ഞു കഴിഞ്ഞതാണ്. ഏറ്റവും ആദ്യത്തെ ദുർബലവും ഭയാനകവുമായ ഘട്ടം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗത്തിലുണ്ടായ സങ്കടമായിരുന്നു. അതിൽ എല്ലാ സഹാബാക്കളും ദുഃഖഭാരത്താൽ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലായിരുന്നു. മരണത്തിന്റെ ഈ പെട്ടെന്നുള്ള ആഘാതം കാരണം ആർക്കും അത് സഹിക്കാൻ കഴിയുന്നതിലപ്പുറമായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗത്തെക്കുറിച്ച് അവർക്ക് ചിന്തിക്കാൻ പോലും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണസംഭവം എത്ര ശക്തവും ദുഃഖഭരിതവുമായിരുന്നു എന്നാൽ വലിയ വലിയ സഹാബാക്കൾ പോലും അതിൻ്റെ ദുഃഖഭാരത്താൽ അന്താളിച്ചു പോയി. ഹദ്രത്ത് ഉമറിനെ പോലുള്ള ധൈര്യശാലികൾ സ്നേഹത്തിന്റെ ഉന്മാദാവസ്ഥയിൽ വളരെയധികം അസ്വസ്ഥരായി. അദ്ദേഹം വാളുമായി നിന്നു. ആരെങ്കിലും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി എന്ന് പറഞ്ഞാൽ ഞാൻ അവന്റെ ശിരസ് ഉടലിൽ നിന്നും വേർപെടുത്തുന്നതാണ് എന്ന് പറയുകയുണ്ടായി. ഈ പ്രതികരണത്തിൽ മുസ്ലിങ്ങൾ ഇക്കാര്യം കേട്ടപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാസ്തവത്തിൽ മരണമടഞ്ഞോ ഇല്ലയോ എന്ന് സംശയത്തിന്റെ നിഴലിൽ പോലുമായി. ആ അനുരാഗികൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള സ്നേഹത്തിൽ തൗഹീദിന്റെ അടിസ്ഥാന പാഠങ്ങൾ പോലും വിസ്മരിച്ചുകൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും മരിക്കാൻ സാധ്യമല്ല എന്നും മരിച്ചിട്ടില്ല എന്നും പറയുന്ന ഒരവസ്ഥയിലേക്ക് അവർ എത്തുമായിരുന്നു. എന്നാൽ ആ സമയത്ത് ഹദ്രത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മസ്ജിദ് നബവിയിലെത്തി. അവിടെ കൂടിയിരുന്ന എല്ലാവരും അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, അല്ലയോ ജനങ്ങളെ, മൻ കാന മിൻകും യഅബുദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത് വമൻ കാന മിൻകും യഅബുദുല്ലാഹ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്ത്. അതായത് നിങ്ങളിൽ ആരെങ്കിലും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ആരാധിച്ചിരുന്നെങ്കിൽ കേട്ടുകൊള്ളുക, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചുപോയിരിക്കുന്നു. നിങ്ങളിൽ അള്ളാഹുവിനെ ആരാധിച്ചിരുന്നവർ അറിഞ്ഞുകൊള്ളുക, അള്ളാഹു ഇപ്പോഴും ജീവിച്ചിരിക്കുന്നവനാകുന്നു, ഒരിക്കലും അവൻ മരിക്കുന്നതല്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അദ്ദേഹത്തിന് ഉണ്ടായ
അങ്ങേയറ്റത്തെ സ്നേഹമുണ്ടായിട്ടും ആർക്കും അതിനെ കവച്ചു വെക്കാൻ സാധ്യമായിരുന്നില്ല. എന്നിട്ടും അദ്ദേഹം തൗഹീദിന്റെ പാഠമാണ് നൽകിയത്. തുടർന്ന് പറഞ്ഞു, വമാ മുഹമ്മദിനില്ലാ റസൂൽ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ അഫഇം മാത ഔ ഖുതിലൻ ഖലബ്തും അലാ അഖാബിക്കും. അതായത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദൈവത്തിന്റെ പ്രവാചകൻ മാത്രമാകുന്നു. അദ്ദേഹത്തിന് മുമ്പ് വന്ന പ്രവാചകന്മാരെല്ലാം മരണപ്പെട്ടിരിക്കുന്നു. എന്നിരിക്കെ തിരുനബി എങ്ങനെ മരിക്കാതിരിക്കാനാണ്? തിരുനബി മരിക്കുകയോ അഥവാ കൊല്ലപ്പെടുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കുതികാലുകളിൽ പിന്തിരിഞ്ഞു പോകുമോ? ഇസ്ലാമിനെ ഉപേക്ഷിച്ചു കളയുമോ? അങ്ങനെ ഹദ്രത്ത് അബൂബക്കർ വളരെ ധൈര്യത്തോടെയും യുക്തിയോടെയും ആ സമയത്ത് ദുഃഖഭരിതമായ അവസ്ഥയിൽ സഹാബാക്കൾക്ക് താങ്ങായി നിലകൊണ്ടു. ദുഃഖിതരായ ആ അനുരാഗികളുടെ ഹൃദയത്തിൽ മരുന്ന് പുരട്ടുകയുണ്ടായി. മറുഭാഗത്ത് തൗഹീദിന്റെ വിറകൊണ്ടിരുന്ന സൗദത്തെയും സംരക്ഷിച്ചു നിന്നു. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം പറഞ്ഞതുപോലെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുനബിയുടെ ജീവിതത്തെ പറ്റി ചില സ്വഹാബാക്കളുടെ മനസ്സിൽ അങ്കുരിച്ച ചിന്താഗതികളെ ഒരു പൊതുയോഗത്തിൽ വിശുദ്ധ ഖുർആന്റെ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് ആ എല്ലാ അബദ്ധ ചിന്തകളെയും അകറ്റുകയും ചെയ്തു അദ്ദേഹം. അതോടൊപ്പം ഹദ്രത്ത് ഈസാ നബിയുടെ ജീവിതത്തെ പറ്റി, ജീവിച്ചിരിക്കുന്നു എന്നതിനെ പറ്റി ചിലരുടെ മനസ്സിൽ ഹദീസുകളെ പറ്റി പൂർണ്ണമായും ഹദീസുകളെ അറിയാത്ത കാരണത്താൽ, അതിൽ ചിന്തിക്കാത്ത കാരണത്താൽ ഉണ്ടായിരുന്ന തെറ്റിദ്ധാരണകളെയും പിഴുതുമാറ്റി. രണ്ടാമത്തെ വലിയ കാര്യം, മറ്റൊരു ദുഃഖം ഏൽക്കേണ്ടി വന്നപ്പോൾ അദ്ദേഹം അത് എങ്ങനെയാണ് നിയന്ത്രിച്ചത്, ആത്മനിയന്ത്രണം നേടിയത്, അതെങ്ങനെയാണ് തൻ്റെ കടമയായി നിറവേറ്റിയത് എന്നതാണ്. അത് രണ്ടാമത്തെ വലിയ കർത്തവ്യം എന്ന് പറയുന്നത്. ഖിലാഫത്ത് തെരഞ്ഞെടുപ്പ് വേളയിൽ മുസ്ലിം ഉമ്മത്തിനെ ഐക്യത്തിന്റെയും അഖണ്ഡതയുടെയും ചരടിൽ കോർത്തിണക്കുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം സഖീഫ ബനു സാദിൽ അൻസാർ ഒരുമിച്ച് കൂടിയത്, അവരുടെ അൻസാറുകളുടെ വീടുകളിൽ ഒരുമിച്ച് കൂടിയത് ഉണ്ടായ ആശങ്കയാണ്. അത് രണ്ടാമത്തേതാണ് പ്രശ്നം. ആരംഭത്തിൽ കരുതിയത് അൻസാർ ഒരു നിലക്കും മുഹാജിരിങ്ങളിൽ ആരെയും തങ്ങളുടെ അമീറോ ഖലീഫയോ നിശ്ചയിക്കാൻ തയ്യാറായിരുന്നില്ല എന്നതാണ്. മുഹാജിരിങ്ങളാണെങ്കിൽ അതേസമയം അൻസാറുകളിൽ ആരെയും ഖലീഫയാക്കാൻ തയ്യാറായിരുന്നില്ല. അഭിപ്രായ ഭിന്നതയുടെ ആ പ്രഭാഷണങ്ങളിൽ നിന്നും അത് വാളുകളിലേക്ക് നീണ്ടുപോകുമായിരുന്നു, അതിക്രമിക്കുമായിരുന്നു. ഈ ദുർബല ഘട്ടത്തിൽ അള്ളാഹു ഹദ്രത്ത് അബൂബക്കറിന്റെ നാവിൽ എത്രമാത്രം പ്രഭാവം നൽകിയെന്നാൽ മറുഭാഗത്ത് അവരുടെ ഹൃദയങ്ങൾ ഹദ്രത്ത് അബൂബക്കറിലേക്ക് പൂർണ്ണമായും തിരിച്ചു കളഞ്ഞു. എല്ലാത്തരം ഛിദ്രതയും ഭിന്നിപ്പും വീണ്ടും സ്നേഹത്തിനും ഐക്യത്തിനും വഴിമാറിക്കൊടുത്തു. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം പറയുന്നു, ബനി ഇസ്രായേൽ ഹദ്രത്ത് മൂസയുടെ വഫാത്തിന് ശേഷം യോഷാ ബിൻ നൂനിന്റെ കാര്യങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും ഒരു എതിർപ്പും പ്രകടിപ്പിക്കാതിരിക്കുകയും ചെയ്തു. എല്ലാവരും തങ്ങളുടെ അനുസരണം അവിടെ പ്രകടിപ്പിച്ചു. ഇതേ സംഭവം, ഇതേ അവസ്ഥയിലാണ് ഹദ്രത്ത് അബൂബക്കറിനും നേരിട്ടത്. എല്ലാവരും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗത്തിൽ കണ്ണീർ വാർത്തുകൊണ്ട് ആണെങ്കിൽ കൂടി ഹൃദയാത്മന ഹദ്രത്ത് അബൂബക്കറിന്റെ ഖിലാഫത്തിനെ സ്വീകരിച്ചു. മൂന്നാമത്തെ സുപ്രധാന കാര്യം മറ്റൊരു ഫിത്നയെ സംബന്ധിച്ചിട്ടുള്ളതായിരുന്നു. അത് പരിഹരിക്കേണ്ടത് വളരെ അനിവാര്യമായിരുന്നു. അത് ഹദ്രത്ത് അബൂബക്കർ എങ്ങനെയാണ് നിർവഹിച്ചത്, അത് എന്താണ് കാര്യമെന്ന് പറയാം. അത് ഉസാമയുടെ സൈന്യത്തെ അയക്കുന്നത് സംബന്ധിച്ചതായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സൈന്യത്തെ റോമക്കാരുമായി യുദ്ധത്തിന് സിറിയയുടെ അതിർത്തി പ്രദേശത്തിലേക്ക് അയച്ചതായിരുന്നു. മോത്ത, തബൂക്ക് യുദ്ധങ്ങൾക്ക് ശേഷം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിന്റെയും ക്രിസ്തു മതത്തിന്റെയും വർദ്ധിച്ചു വരുന്ന അഭിപ്രായ ഭിന്നതയും യഹൂദികളുടെ ഫിത്നയും കാരണം റോമക്കാർ അറബികൾക്ക് മേൽ ആക്രമണം നടത്തുമോ എന്ന ഒരു ആശങ്കയിൽ ആയിരുന്നു. മോത്ത യുദ്ധത്തിൽ ഹസ്രത്ത് സെയ്ദ്, ഹസ്രത്ത് ജാഫർ, ഹസ്രത്ത് അബ്ദുള്ള ബിൻ റവാഹ എന്നീ നേതാക്കന്മാർ ഒന്നിനു പിറകെ മറ്റൊന്നായി ഷഹീദാക്കപ്പെട്ടു. മോത്ത ഒരു പട്ടണമാണ്. അത് ജോർദന് കിഴക്കു പച്ചളിപ്പുള്ള ഭൂമി പ്രദേശമാണ്. ഇതേക്കുറിച്ച് ഹസ്രത്ത് അനസ് നിവേദനം ചെയ്യുന്നു, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങൾക്ക് ഹസ്രത്ത് സെയ്ദ്, ഹസ്രത്ത് ജാഫർ, ഹസ്രത്ത് അബ്ദുള്ള ബിൻ റവാഹ എന്നിവരുടെ മരണത്തെപ്പറ്റി മുമ്പേ അറിയിപ്പ് നൽകി.
മറ്റു ഭാഗങ്ങളിൽ നിന്നും അതിനെക്കുറിച്ചുള്ള ദുഃഖവാർത്ത വരുന്നതിന് മുമ്പ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, സെയ്ദ് ആദ്യം പതാക ഏന്തി, അദ്ദേഹം ഷഹീദായി. പിന്നെ ജാഫർ ആണ് അത് ഏറ്റെടുത്തത്, അദ്ദേഹം ഷഹീദായി. പിന്നെ ഇബ്നു റവാഹ പതാക വഹിച്ചു, അദ്ദേഹം ഷഹീദായി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണുകൾ അശ്രു പൊഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ പറഞ്ഞു, അള്ളാഹുവിൻ്റെ വാളുകളിൽ ഒരു വാളായ ഖാലിദ് ബിൻ വലീദ് പതാകയേന്തി. അങ്ങനെ അദ്ദേഹം അള്ളാഹുവിൻ്റെ സഹായത്താൽ ശത്രുക്കൾക്ക് മേൽ വിജയം നേടി. അതിനുശേഷം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് മുസ്ലിങ്ങളെ കൂട്ടി തബൂക്കിലേക്ക് തിരിക്കുകയുണ്ടായി. എന്നാൽ ശത്രുക്കൾക്ക് രംഗത്ത് വന്ന് മുസ്ലിങ്ങളെ നേരിടാനുള്ള ധൈര്യമുണ്ടായിരുന്നില്ല. അവർ സിറിയയുടെ ഉൾപ്രദേശങ്ങളിൽ കയറി ഇരിക്കുന്നതാണ് മുസ്ലിങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നല്ലതെന്ന് കരുതുകയുണ്ടായി. ഈ യുദ്ധങ്ങൾ കാരണം മുസ്ലിങ്ങളെ പറ്റി റോമക്കാരുടെ ചിന്താഗതി വളരെയധികം ഭയാനകമായി തീർന്നിരുന്നു. അവർ അറേബ്യൻ അതിർത്തികളിലേക്ക് യുദ്ധ നീക്കം നടത്താനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി തുടങ്ങിയിരുന്നു. ഈ കാരണം കൊണ്ടാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസാമയെ മുൻകരുതൽ എന്ന നിലയ്ക്ക് സിറിയയിലേക്ക് പുറപ്പെടാൻ കൽപ്പിച്ചത്. മോത്ത യുദ്ധത്തിലെ ഷഹീദുകൾക്ക് പകരം ചോദിക്കുക എന്ന മറ്റൊരു ഉദ്ദേശവും ഇതിനു ഉണ്ടായിരുന്നു. ഉസാമയുടെ സൈന്യത്തിന്റെ തയ്യാറെടുപ്പ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് 2 ദിവസം മുമ്പ് ശനിയാഴ്ച ദിവസം പൂർത്തിയായിരുന്നു. അതിന്റെ തുടക്കം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന അന്ത്യരോഗാവസ്ഥക്ക് മുമ്പേ പൂർത്തിയായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഫർ മാസത്തിന്റെ അവസാനത്തിൽ റോമക്കാരുമായി യുദ്ധത്തിന് കൽപ്പന നൽകിയിരുന്നു. ഹസരത്ത് ഉസാമയെ വിളിപ്പിച്ചിട്ട് പറയുകയുണ്ടായി, നിന്റെ പിതാവിന്റെ ഷഹാദത്ത് നടന്ന സ്ഥലത്തേക്ക് പുറപ്പെടുക, അവരെ കുതിരകളെ കൊണ്ട് നിലം പരിച്ചാക്കുക. ഞാൻ നിന്നെ ഈ സൈന്യത്തിന്റെ നേതാവാക്കിയിരിക്കുന്നു. മറ്റൊരു നിവേദനത്തിൽ വന്നിരിക്കുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബൽഖയെയും ദറൂമിനെയും കുതിരകളെ കൊണ്ട് നിലം പരിച്ചാക്കുക. അതായത് ഇവർ യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അവരോട് നല്ലപോലെ യുദ്ധം ചെയ്യുക. അവർ യുദ്ധ കൊതിയുള്ളവരാണ്. ബൽഖ സിറിയയിലെ ഒരു പ്രദേശമാണ്. അത് ഡമാസ്കസിനും വാദിൽ ഖുറയ്ക്കും ഇടയിലുള്ള സ്ഥലമാണ്. ദാറും മിസ്രിലേക്ക് പോകുന്ന വഴിയിൽ ഫലസ്തീനിൽ ഗസക്ക് ശേഷം ഒരു പ്രദേശമാണ്. ഇതേപ്പറ്റി ഈ വിവരണമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഏതായാലും സിറിയയിലേക്ക് പുറപ്പെടാൻ നിർദ്ദേശം നൽകിക്കൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, നേരം വെളുക്കുമ്പോൾ തന്നെ ഉബ്ന വാസികൾക്ക് നേരെ ആക്രമണം നടത്തുക. ഉബ്ന സിറിയയിൽ ബൽഖയ്ക്ക് വഴിയുള്ള ഒരു സ്ഥലത്തിന്റെ പേരാണ്. വളരെ ശീഘ്രഗതിയിൽ യാത്ര ചെയ്യുക. അവർക്ക് അറിയിപ്പ് കിട്ടുന്നതിന് മുമ്പ് അവിടെ നിങ്ങൾ എത്തിച്ചേരണം. അല്ലാതെ നിങ്ങൾക്ക് അവിടെ വിജയം നൽകിയാൽ അവിടെ കുറഞ്ഞ സമയം മാത്രം തങ്ങുക. വഴികാട്ടിയെയും കൂടെ കൊണ്ടുപോവുക. വാർത്ത എത്തിക്കുന്നവരെയും ചാരന്മാരെയും ആദ്യം തന്നെ അയക്കുക. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കൈകൊണ്ട് തന്നെ ഹസരത്ത് ഉസാമയ്ക്ക് വേണ്ടി ഒരു കൊടി കെട്ടുകയുണ്ടായി. തുടർന്ന് പറഞ്ഞു, അള്ളാഹുവിന്റെ നാമത്തിൽ അവന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുക, അള്ളാഹുവിനെ എതിർക്കുന്നവരോട് യുദ്ധം ചെയ്യുക. ഹദരത്ത് ഉസാമ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കൈ കൊണ്ട് കെട്ടിയ കൊടി നൽകിയിരുന്നു. അതുമായി അദ്ദേഹം പുറപ്പെട്ടു. അതിനെ ഹദരത്ത് യസീദ് ബിൻ ഹുസൈബിനെ ഏൽപ്പിച്ചു. ജുറുഫ് എന്ന സ്ഥലത്ത് സൈന്യങ്ങളെ ഒരുമിച്ച് കൂട്ടി. ജുറുഫ് മദീനയിൽ നിന്ന് 3 മൈൽ വടക്ക് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ്. ഈ യുദ്ധത്തിന് വേണ്ടി ക്ഷണിക്കപ്പെട്ടവരിൽ മുഹാജിരിങ്ങളിലെയും അൻസാരികളിലെയും ഉന്നതരായ ആരും തന്നെ മാറി നിന്നിരുന്നില്ല, അവശേഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അവരിൽ ഹദരത്ത് അബൂബക്കർ, ഹദരത്ത് ഉമർ, ഹദരത്ത് അബൂ ഉബൈദ ബിൻ ജറാഹ്, ഹദരത്ത് സാദ് ബിൻ അബി വക്കാസ്, ഹദരത്ത് സയ്യിദ് ബിൻ സെയ്ദ്, ഹദരത്ത് ഖതാദ ബിൻ നുഅമാൻ, ഹദരത്ത് സൽമ ബിൻ അസ്ലം റിദ്വാനുല്ലാഹി അലൈഹിം അജ്മഈൻ തുടങ്ങിയ എല്ലാവരും ഉണ്ടായിരുന്നു. ചിലർ ഇപ്രകാരം പറഞ്ഞു തുടങ്ങി, ഈ കുട്ടിയെയാണ് ആദ്യകാല മുഹാജിരിങ്ങളിൽ മുതിർന്ന മുഹാജിരിങ്ങൾക്ക് മേൽ അമീറായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. അത് കേട്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെയധികം നീരസനായി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഉറുമാൽ കൊണ്ട് തലയിൽ കെട്ടിയിരുന്നു. ഒരു ഷാൾ പൊതിച്ചിട്ടുണ്ടായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ കയറി അള്ളാഹുവിനെ സ്തുതിച്ചതിന് ശേഷം പറഞ്ഞു, ഉസാമയെ അമീർ ആക്കിയത് സംബന്ധിച്ച് നിങ്ങളിൽ ചിലരുടെ സംസാരം എനിക്ക് കേൾക്കാനിടയായി. ഉസാമയെ അമീർ ആക്കിയതിൽ നിങ്ങൾ ആക്ഷേപിക്കുന്നു. എന്നാൽ ഓർക്കുക, ഇതിനു മുമ്പ് അദ്ദേഹത്തിന്റെ പിതാവിനെ ഞാൻ അമീറാക്കി നിശ്ചയിച്ചപ്പോഴും നിങ്ങൾ ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട്. തീർച്ചയായും അദ്ദേഹം അമീറാകാൻ സർവശ്രേഷ്ഠനായിരുന്നു. അദ്ദേഹത്തിന് ശേഷം അദ്ദേഹത്തിന്റെ മകനും ഈ അമീറാകാനുള്ള യോഗ്യത ഉള്ള വ്യക്തിയാണ്. അദ്ദേഹം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരിൽ ഒരാളാകുന്നു.
തീർച്ചയായും ഇവർ രണ്ടുപേരെ പറ്റിയും എല്ലാതരം നന്മയും മേന്മയും മാത്രമേ ചിന്തിക്കാൻ സാധിക്കുകയുള്ളൂ. അത് മാത്രമേ അവരിൽ നിന്ന് പ്രതീക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനാൽ ഉസാമയിൽ നിന്നും നന്മയുടെ പാഠം ഉൾക്കൊള്ളുക. കാരണം അദ്ദേഹം നിങ്ങളിൽ ഏറ്റവും നല്ല ആളുകളിൽ പെട്ട ആളാണ്. ഇത് റബീൽ അവൽ 10-ാം തീയതി ശനിയാഴ്ച ദിവസമായിരുന്നു. അതായത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഫാത്തിന് രണ്ട് ദിവസം മുമ്പത്തെ കാര്യമാണ്. ഹദരത്ത് ഉസാമയോടൊപ്പം പുറപ്പെട്ടിരുന്ന മുസ്ലിങ്ങൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ യാത്രയാക്കി ജുർഫ് എന്ന സ്ഥലത്ത് സൈന്യവുമായി കൂടിച്ചേരുന്നതിന് പോയി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ രോഗാവസ്ഥ മൂർച്ഛിച്ചു. എന്നാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസാമയുടെ സൈന്യത്തെ അയക്കാൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. ഞായറാഴ്ച ദിവസം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേദന മൂർച്ഛിച്ചു. ഹദരത്ത് ഉസാമ സൈന്യത്തിൽ നിന്നും തിരിച്ചു വന്നപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബോധാവസ്ഥയിലായിരുന്നു. ആ ദിവസം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ആളുകൾ മരുന്ന് നൽകിയിരുന്നു. ഹദരത്ത് ഉസാമ തലകുനിച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ചുംബനം നൽകി. തിരുനബിക്ക് ഒന്നും സംസാരിക്കാൻ കഴിയുമായിരുന്നില്ല. എന്നാൽ തിരുനബി തന്റെ 2 കൈകളും ആകാശത്തേക്ക് ആദ്യം ഉയർത്തും, എന്നിട്ട് ഉസാമയുടെ ശിരസിൽ വെക്കുമായിരുന്നു. ഹദരത്ത് ഉസാമ പറയുമായിരുന്നു, എനിക്ക് മനസ്സിലായി തിരുനബി എനിക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. ഹദരത്ത് ഉസാമ സൈന്യത്തിലേക്ക് അങ്ങനെ മടങ്ങി. ഹദരത്ത് ഉസാമ തിങ്കളാഴ്ച ദിവസം വീണ്ടും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്ത് വന്നു. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കുറെ രോഗശമനം ഉണ്ടായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസാമയോട് പറഞ്ഞു, അള്ളാഹുവിന്റെ അനുഗ്രഹവും നേടി പുറപ്പെട്ടു കൊള്ളുക. ഹദരത്ത് ഉസാമ തിരുനബിയെ വിട പറഞ്ഞുകൊണ്ട് തന്റെ സൈന്യത്തിലേക്ക് പോയി ജനങ്ങളോട് പുറപ്പെടാൻ വേണ്ടി ആഹ്വാനം ചെയ്തു. അദ്ദേഹം പുറപ്പെടാൻ തീരുമാനിച്ചതേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹത്തിന്റെ ഉമ്മ ഹദരത്ത് ഉമ്മ ഐമന്റെ ഭാഗത്തു നിന്നും ഒരു ആൾ സന്ദേശവുമായി എത്തി. പറഞ്ഞു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന സമയമാണ് എന്ന് തോന്നുന്നു. അപ്പോൾ ഹദരത്ത് ഉസാമ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഹാജരായി. ഹദരത്ത് ഉമറും ഹദരത്ത് അബൂബൈദും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഊർധാവസ്ഥയിലായിരുന്നു, മരണാസന്ന നിലയിലായിരുന്നു. റബീഉൽ അവൽ 12-ന് തിങ്കളാഴ്ച ദിവസം സൂര്യാസ്തമയ ശേഷം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. അത് കാരണം മുസ്ലിം സൈന്യം ജുറുഫ് എന്ന സ്ഥലത്ത് നിന്നും മദീനയിലേക്ക് തിരിച്ചു വന്നു. ഹദരത്ത് ബുറൈദ ബിൻ ഹുസൈബ് ഹദരത്ത് ഉസാമയുടെ പതാക കൊണ്ടുവന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാതിൽക്കൽ അത് സ്ഥാപിച്ചു. ഒരു നിവേദനം അനുസരിച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ സന്ദർഭത്തിൽ ഹദരത്ത് ഉസാമയുടെ സൈന്യം സി ഖുശബ് എന്ന സ്ഥലത്തായിരുന്നു ഉണ്ടായിരുന്നത്. സി ഖുശബ് മദീനയിൽ നിന്നും സിറിയയിലേക്കുള്ള വഴിയിൽ ഒരു താഴ്വരയുടെ പേരാണ്. ഏതായാലും ഹദരത്ത് അബൂബക്കറിന്റെ ബയ്യത്തിന് ശേഷം ഹദരത്ത് അബൂബക്കർ ഹദരത്ത് ബുറൈദ ബിൻ ഹുസൈബിനോട് ഇപ്രകാരം കൽപ്പിച്ചു, കൊടിയുമായി ഉസാമയുടെ വീട്ടിലേക്ക് എത്തുക, എന്നിട്ട് അദ്ദേഹത്തോട് തന്റെ ഉദ്ദേശത്തിനായി പുറപ്പെടാൻ പറയുക. ഹദരത്ത് ബുറൈദ കൊടി സൈന്യത്തിന്റെ ആദ്യ സ്ഥലത്തേക്ക് തന്നെ കൊണ്ടുവന്നു. ഈ സൈന്യത്തിന്റെ അംഗബലം 3000 ആണെന്ന് പറയപ്പെടുന്നു. മറ്റൊരു നിവേദന പ്രകാരം ഹദരത്ത് ഉസാമ ബിൻ സെയ്ദിനെ 700 ആളുകളോടൊപ്പം സിറിയയിലേക്ക് അയച്ചു എന്നും പറയുന്നു. മറ്റൊരു നിവേദനത്തിൽ ഇപ്രകാരം വന്നിരിക്കുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് അടുത്ത ദിവസം ഹദരത്ത് അബൂബക്കർ ഇങ്ങനെ ഒരു വിളംബരം നടത്തി, ഉസാമയുടെ ദൗത്യം പൂർത്തിയാക്കുന്നത് നിർബന്ധമാണ്. ഉസാമയുടെ സൈന്യത്തിൽ പെട്ട ആരും തന്നെ മദീനയിൽ തങ്ങരുത്, മറിച്ച് എല്ലാവരും ജുറുഫിൽ അദ്ദേഹത്തിന്റെ സൈന്യത്തോട് കൂടി ചേരേണ്ടതാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം അറേബ്യയിൽ മുഴുവൻ സാധാരണ ഗോത്രങ്ങളിലും അതുപോലെ പ്രധാന ഗോത്രങ്ങളിലുമുള്ള എല്ലാവരും തന്നെ ആളുകൾ മുർത്തദാകുന്നതിന്റെ, അതായത് മതനിരാസത്തിന്റെ ഫിത്ന പരന്നിട്ടുണ്ടായിരുന്നു. അവിടെയൊക്കെ അവരിൽ കാപട്യവും മുനാഫിക്കത്തും വെളിപ്പെട്ടു തുടങ്ങിയിരുന്നു. ആ സമയത്ത് യഹൂദികളും നസാറാക്കളും ഇസ്ലാമിനെ ഉറ്റുനോക്കുമായിരുന്നു ശത്രുതയോടുകൂടി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തും മുസ്ലിങ്ങളുടെ എണ്ണത്തിലെ കുറവും അതുപോലെ ശത്രുക്കളുടെ വർധനവും കാരണം അവരുടെ അവസ്ഥ മഴ പെയ്ത രാത്രിയിൽ ആട്ടിൻ പറ്റം മണലിലൂടെ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്നത് പോലെയായിരുന്നു. അതായത് അവർക്ക് തികച്ചും സഹായികളൊന്നുമില്ലാത്ത നിരാലംബാവസ്ഥയിലായി മാറി. അപ്പോൾ ജനങ്ങൾ അബൂബക്കറിനോട് പറഞ്ഞു, ഇവർ ഉസാമയുടെ സൈന്യത്തെ മാത്രമാണ് മുസ്ലിങ്ങളുടെ സൈന്യമായി ധരിച്ചിരിക്കുന്നത്. അറബികൾ താങ്കൾക്കെതിരിൽ കലാപം പുറപ്പെടുവിച്ചിരിക്കുന്നു, വിദ്രോഹം പുറപ്പെടുവിച്ചിരിക്കുന്നു, അത് താങ്കൾ കാണുന്നില്ലേ? ആയതിനാൽ താങ്കൾ മുസ്ലിങ്ങളുടെ ഈ സംഘത്തെ ഇവിടെ നിന്നും അയക്കരുത്, അതായത് ഉസാമയുടെ സൈന്യത്തെ ഇവിടെ നിന്നും അയക്കരുത്. അപ്പോൾ ഹദരത്ത് അബൂബക്കർ പറഞ്ഞു, ആരുടെ കയ്യിലാണോ എൻ്റെ ജീവനുള്ളത് അവനെ തൊട്ട് സത്യം,
വന്യമൃഗങ്ങൾ എൻ്റെ ശരീരം പിച്ചിച്ചീന്തി ഭക്ഷിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായാൽ കൂടി ഉസാമയുടെ സൈന്യത്തെ പറ്റി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്ത തീരുമാനം നടപ്പിൽ വരുത്താതെ ഞാൻ നിൽക്കുകയില്ല. മറ്റൊരു നിവേദനത്തിൽ പറയുന്നു, ഹദരത്ത് അബൂബക്കർ പറയുകയുണ്ടായി, പങ്കാളികൾ ആരുമില്ലാത്ത ഏകനായ ആരാധ്യനെ കൊണ്ട് സത്യം, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹധർമ്മിണിമാരുടെ ഉമ്മാത്തുൽ മുഅ്മിനീന്റെ കാലുകൾ നായ്ക്കൾ വലിച്ച് ഇഴച്ചാലും ശരി, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ച സൈന്യത്തെ തിരിച്ചു വിളിക്കുന്നതല്ല ഞാൻ, തിരുനബി കെട്ടിയ കൊടി അഴിക്കുന്നതുമല്ല. ഇത് സംബന്ധിച്ച് ഹദരത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു വിവരിക്കുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോൾ അറബികളെല്ലാം തന്നെ ഒന്നടങ്കം മുർത്തദ്ദായി, മതം ഉപേക്ഷിച്ചു. ഹദരത്ത് ഉമർ, ഹദരത്ത് അലി എന്നിവരെ പോലെയുള്ള ധീരന്മാരെ ആളുകൾ പോലും ഈ ഫിത്ന കണ്ട് പരിഭ്രമിച്ചു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വഫാത്തിനോടടുത്ത് ഒരു സൈന്യത്തെ റോമൻ പ്രദേശത്തെ ആക്രമിക്കാൻ തയ്യാറാക്കിയിരുന്നു. ഹദരത്ത് ഉസാമയെ ആ സൈന്യത്തിന്റെ അമീറായി, ഓഫീസറായി നിശ്ചയിച്ചിരുന്നു. ഈ സൈന്യം പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുകയുണ്ടായി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോൾ അറബികളൊക്കെ മുർത്തദായി. അപ്പോൾ സഹാബാക്കൾ ചിന്തിച്ചു, ഇത്തരം കലാപവേളയിൽ ഉസാമയുടെ സൈന്യത്തെ ഇപ്പോൾ റോമൻ പ്രദേശങ്ങളിൽ ആക്രമണത്തിനായി അയക്കുകയാണെങ്കിൽ ഇവിടെ വൃദ്ധന്മാരും കുട്ടികളും സ്ത്രീകളും മാത്രം അവശേഷിക്കുന്നതായിരിക്കും. മദീനയുടെ സംരക്ഷണത്തിന് ഉള്ള ഒരു സംവിധാനവും ഉണ്ടാകുന്നതല്ല. അതുകൊണ്ട് മുതിർന്ന സഹാബാക്കളുടെ ഒരു സംഘം ഹദരത്ത് അബൂബക്കറിന്റെ സവിധത്തിലെത്തി കലാപം ശമിക്കുന്നതുവരെ സൈനിക നീക്കങ്ങൾ നിർത്തിവെക്കുവാൻ അപേക്ഷിക്കണമെന്ന് അവരെല്ലാവരും അഭിപ്രായം അറിയിച്ചു. അങ്ങനെ ഒരു അഭിപ്രായം ഉയർന്നു വന്നു. അങ്ങനെ ഹദരത്ത് ഉമറും മറ്റു വലിയ വലിയ സഹാബാക്കളും ഹദരത്ത് അബൂബക്കറിന്റെ സവിധത്തിൽ എത്തി ഇങ്ങനെ ഒരു നിവേദനം നൽകി. ഹദരത്ത് അബൂബക്കർ ഈ കാര്യങ്ങൾ കേട്ടപ്പോൾ വളരെ കോപാകുലനായി പറഞ്ഞു, നിങ്ങൾ ആഗ്രഹിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം അബൂ ഖുഹാഫയുടെ മകൻ ആദ്യം ചെയ്യേണ്ട കാര്യം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെടാൻ വേണ്ടി കൽപ്പിച്ച സൈന്യത്തെ തടയുകയാണോ? തുടർന്ന് അദ്ദേഹം പറഞ്ഞു, ശത്രുക്കളുടെ സൈന്യം മദീനയിൽ കയറി വരികയും കടന്നാക്രമിക്കുകയും മുസ്ലിം സ്ത്രീകളുടെ മൃതദേഹങ്ങളെ നായ്ക്കൾ വലിച്ചഴിക്കുകയും ചെയ്യുകയാണെങ്കിൽ പോലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെടാൻ കൽപ്പിച്ച സൈന്യത്തെ ഞാൻ ഒരിക്കലും തടയുന്നതല്ല. ഈ ധൈര്യവും വീര്യവും ഹദരത്ത് അബൂബക്കറിന് ഉണ്ടാകാൻ കാരണം എന്തെന്നാൽ അള്ളാഹു ഇപ്രകാരം പറഞ്ഞിരുന്നു, മുഹമ്മദുർ റസൂലുള്ളാഹി വല്ലസീന മാഹു അഷിദ്ദാഉ അലൽ കുഫാർ. വൈദ്യുതിയുമായി ഒരു നിസ്സാര കമ്പി ചേർന്നാൽ പോലും അതിൽ അതിമഹത്തായ ശക്തി ഉണ്ടാകുന്നു. അതുപോലെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായുള്ള ബന്ധം കാരണം തിരുനബിയെ വിശ്വസിച്ചവർ അഷിദ്ദാഉ അലൽ കുഫാറിന്റെ പ്രതീകങ്ങളായി മാറിയിരുന്നു. ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം ഉസാമയുടെ സൈന്യത്തെ അയക്കുന്നത് സംബന്ധിച്ച് തന്റെ സിറുൽ ഖിലാഫ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു. ഇബ്നു അസീർ തന്റെ ചരിത്ര പുസ്തകത്തിൽ ഇപ്രകാരം എഴുതുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുകയും മരണവിവരം മക്കയിൽ എത്തുകയും ചെയ്തപ്പോൾ അവിടെയുള്ള ഗവർണർ അത്താഖ് ബിൻ ഉസ് അസീദ് ഒളിക്കുകയുണ്ടായി. മക്ക വിറകൊള്ളാൻ തുടങ്ങി. അവിടെയുള്ളവരെല്ലാവരും മുർത്തദാകുമായിരുന്നു. അങ്ങനെ ഒരു അവസ്ഥ വന്നു ചേരുമായിരുന്നു. തുടർന്ന് എഴുതുന്നു, അറബികൾ മുർത്തദായി. എല്ലാ ഗോത്രങ്ങളിലുമുള്ള പ്രധാനികളും നിസ്സാരക്കാരും ഒക്കെ തന്നെ മുനാഫിക്കത്ത്, കാപട്യം കാണിച്ചു തുടങ്ങി. യഹൂദികളും അതുപോലെ ക്രിസ്ത്യാനികളും തങ്ങളുടെ തല ഉയർത്തി ഇസ്ലാമിനെ ഉറ്റുനോക്കി തുടങ്ങി. ശത്രുതയോടെ മുസ്ലിങ്ങൾക്ക് തങ്ങളുടെ നബിയുടെ മരണം കാരണവും അതുപോലെ തങ്ങളുടെ അംഗബലം വളരെ കുറഞ്ഞത് കാരണത്താലും ശത്രുക്കളുടെ ആധിക്യം കാരണത്താലും മുസ്ലിങ്ങളുടെ അവസ്ഥ മഴയുള്ള രാത്രിയിൽ ഉള്ള ആടുമാടുകളെ പോലെയായി. അപ്പോൾ ആളുകൾ അബൂബക്കറിനോട് പറഞ്ഞു, ഇവർ ഉസാമയുടെ സൈന്യത്തെ മാത്രമേ മുസ്ലിം സൈന്യമായി ഗണിക്കുന്നുള്ളൂ. അറബികൾ താങ്കൾക്കെതിരിൽ കലാപം പൊട്ടിപ്പുറപ്പെടുവിച്ചത് താങ്കൾ കാണുന്നില്ലേ? അതുകൊണ്ട് മുസ്ലിങ്ങളുടെ ഈ സംഘത്തെ ഇവിടെ നിന്നും അകറ്റുന്നത് ഉചിതമല്ല. അപ്പോൾ ഹദരത്ത് അബൂബക്കർ പറഞ്ഞു, ആരുടെ നിയന്ത്രണത്തിലാണോ എൻ്റെ ജീവനുള്ളത് അവനാണ് സത്യം. വന്യമൃഗങ്ങൾ എന്നെ കൊണ്ടുപോകുമെന്ന് ഉറപ്പാണെങ്കിൽ പോലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന അനുസരിച്ച് ഉസാമയുടെ സൈന്യത്തെ തീർച്ചയായും ഞാൻ അയക്കുക തന്നെ ചെയ്യും. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്ത തീരുമാനത്തെ ഒരിക്കലും കാലഹരണപ്പെടുത്താൻ എനിക്ക് സാധ്യമല്ല. ചുരുക്കത്തിൽ അദ്ദേഹം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയെ യഥാർഹം നിലനിർത്തുകയും നടപ്പാക്കുകയും ചെയ്തു.
ഹസരത്ത് ഉസാമയുടെ സൈന്യത്തിൽ ഉണ്ടായിരുന്ന സഹാബാക്കളോട് തിരിച്ച് വീണ്ടും സൈന്യത്തിന്റെ ഭാഗമാകാൻ വേണ്ടി നിർദ്ദേശിച്ചു. അദ്ദേഹം പറഞ്ഞു, ഉസാമയുടെ സൈന്യത്തിൽ ഉണ്ടായിരുന്ന ഓരോരുത്തരും മുമ്പുണ്ടായിരുന്ന ഓരോരുത്തരും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ ഭാഗവാക്കാകാൻ നിർദ്ദേശം നൽകിയ ഓരോരുത്തരും അതിൽ നിന്നും ഒരിക്കലും പിന്മാറരുത്. പിന്മാറാൻ അവർക്ക് ഞാൻ അനുമതി നൽകുന്നതല്ല. കാൽനടയായി അവർക്ക് ആ സൈന്യവുമായി ചെന്ന് ചേരേണ്ടി വന്നാലും അവർ തീർച്ചയായും പോകേണ്ടതാണ്. അങ്ങനെ അവർ ആരും തന്നെ ഒരാൾ പോലും അതിൽ നിന്നും മാറി നിന്നില്ല. ഏതായാലും സൈന്യം വീണ്ടും തയ്യാറായി. ചില സഹാബാക്കൾ ദുർബല സാഹചര്യത്തെ മുൻനിർത്തിക്കൊണ്ട് സൈന്യത്തെ തൽക്കാലം തടയണമെന്ന അഭിപ്രായവുമായി മുന്നോട്ട് വന്നു. ഒരു നിവേദനത്തിൽ പറയുന്നു, ഹസരത്ത് ഉസാമ ഹസരത്ത് ഉമറിനോട് ഇപ്രകാരം പറഞ്ഞു: താങ്കൾ ഹസരത്ത് അബൂബക്കറിനോട് സൈന്യത്തെ അയക്കുന്നത് റദ്ദ് ചെയ്യാൻ പറഞ്ഞാൽ അങ്ങനെ നമുക്ക് മുർത്തദ്ദുകൾക്കെതിരെ പ്രവർത്തിക്കാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖലീഫയെയും അതുപോലെ റസൂലുള്ളാഹിയുടെ സഹധർമ്മിണിമാരെയും മുസ്ലിങ്ങളുടെയും മുശ്രിക്കുകൾ ആക്രമണങ്ങളിൽ നിന്നും നമുക്ക് അങ്ങനെ സംരക്ഷിക്കാൻ കഴിയും. ഹസരത്ത് ഉസാമയുടെ സൈന്യത്തിൽ ഉണ്ടായിരുന്ന ചില അൻസാറുകൾ ഹസരത്ത് ഉമറിനോട് ഇത്രയും കൂടി പറഞ്ഞു: ഖലീഫത്തുർ റസൂൽ ഹസരത്ത് അബൂബക്കർ സൈന്യത്തെ അയക്കാൻ തന്നെ ശഠിക്കുകയാണെങ്കിൽ സൈനിക നേതാവായി ഉസാമയേക്കാൾ പ്രായമുള്ള ഒരാളെ നിയോഗിക്കണം എന്ന് ഉള്ള ഞങ്ങളുടെ സന്ദേശം, ഞങ്ങളുടെ ആവശ്യം അദ്ദേഹത്തെ അറിയിച്ചാലും എന്ന് പറയുകയുണ്ടായി. ഹസരത്ത് ഉമർ ഹസരത്ത് ഉസാമ പറഞ്ഞതനുസരിച്ച് ഹസരത്ത് അബൂബക്കറിന്റെ സവിധത്തിൽ ഹാജരായി. ഹസരത്ത് ഉസാമ ഇങ്ങനെ പറയുന്നുണ്ട് എന്ന് അറിയിച്ചു. അപ്പോൾ ഹസരത്ത് അബൂബക്കർ പറഞ്ഞു: നായ്ക്കളും ചെന്നായ്ക്കളും എന്നെ പിച്ചു ചീന്തി തിന്നാലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച അതേ മുറക്ക് ഞാൻ ആ തീരുമാനം നടപ്പിൽ വരുത്തുന്നതായിരിക്കും. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്ത ആ തീരുമാനത്തെ ഞാൻ ഒരിക്കലും മാറ്റിമറിക്കുന്നതല്ല. ഈ നാടുകളിൽ ഇവിടെയൊക്കെ ആരും അവശേഷിക്കാതെ ഞാൻ മാത്രമായി അവശേഷിച്ചാലും ഈ തീരുമാനം നടപ്പിൽ വരുത്തുന്നതിൽ നിന്ന് ഞാൻ പിന്മാറുന്നതല്ല. തുടർന്ന് ഹസരത്ത് ഉമർ പറഞ്ഞു: അൻസാർ ഉസാമയേക്കാൾ പ്രായമേറിയ ആരെയെങ്കിലും തങ്ങളുടെ അമീറായി നിശ്ചയിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഹസരത്ത് അബൂബക്കർ അവിടെ ഇരുന്നു കൊണ്ട് അത് കേൾക്കുകയായിരുന്നു. പെട്ടെന്ന് അദ്ദേഹം ചാടി എഴുന്നേറ്റ് ഹസരത്ത് ഉമറിന്റെ താടിയിൽ കയറി പിടിച്ചു. എന്നിട്ട് പറഞ്ഞു: അല്ലയോ ഇബ്നു ഖത്താബ്, നിന്റെ ഉമ്മയെ നിനക്ക് നഷ്ടമാകട്ടെ, നിന്റെ ഉമ്മ നിന്നെ നഷ്ടപ്പെടുത്തട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആണ് അദ്ദേഹത്തെ അമീറായി നിശ്ചയിച്ചത്. നിങ്ങൾ അദ്ദേഹത്തെ നേതൃത്വ സ്ഥാനത്തിൽ നിന്ന് മാറ്റാനാണോ എന്നോട് പറയുന്നത്? ഹസരത്ത് ഉമർ ജനങ്ങൾക്കിടയിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ ജനങ്ങൾ അദ്ദേഹത്തോട് കാര്യം തിരിക്കപ്പോൾ ഹസരത്ത് ഉമർ പറഞ്ഞു: നിങ്ങൾ ഇവിടെ നിന്നും പോവുക, നിങ്ങളുടെ മാതാക്കൾക്ക് നിങ്ങൾ നഷ്ടമാകട്ടെ. അതായത് അവരെ ശകാരിച്ചു, അവരോട് അതൃപ്തി പ്രകടിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു: നിങ്ങൾ കാരണം ഇന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖലീഫയിൽ നിന്നും എനിക്ക് നന്മയൊന്നും ലഭിച്ചില്ല. അതായത് വളരെ മോശമായി എൻ്റെ കാര്യം അദ്ദേഹം എടുത്തു എന്ന് പറയുകയുണ്ടായി. അദ്ദേഹം ഞാൻ പറഞ്ഞതിൽ വളരെ അമർഷം പ്രകടിപ്പിച്ചു എന്ന് പറയുകയുണ്ടായി. ഹദരത്ത് അബൂബക്കറിന്റെ കൽപ്പന പ്രകാരം ഉസാമയുടെ സൈന്യം ജുറുഫ് എന്ന സ്ഥലത്ത് ഒരുമിച്ച് കൂടിയപ്പോൾ ഹദരത്ത് അബൂബക്കറും അവിടേക്ക് പോയി. അദ്ദേഹം അവിടെ എത്തി സൈന്യത്തെ വീക്ഷിക്കുകയും അതിനെ ക്രമപ്പെടുത്തുകയും ചെയ്തു. പുറപ്പെടുന്ന സമയത്തെ കാഴ്ച വളരെ അത്ഭുതാവഹമായിരുന്നു. ആ സമയത്ത് ഹദരത്ത് ഉസാമ മൃഗത് സവാരി നടത്തുകയായിരുന്നു. ഹദരത്ത് അബൂബക്കർ കാൽനടയായിരുന്നു. ഹദരത്ത് ഉസാമ പറഞ്ഞു: അല്ലയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖലീഫയെ, ഒന്നുകിൽ താങ്കളും എൻ്റെ കൂടെ സവാരി ചെയ്യുക, അല്ലെങ്കിൽ ഞാനും കാൽനടയായി നടക്കുന്നതായിരിക്കും. അപ്പോൾ ഹദരത്ത് അബൂബക്കർ പറഞ്ഞു: അള്ളാഹു ആണ്, താങ്കൾ താഴെ ഇറങ്ങുകയോ ഞാൻ സവാരി ചെയ്യുകയോ ചെയ്യുന്നതല്ല. എൻ്റെ ഈ രണ്ട് കാലുകൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കുറച്ച് സമയത്തേക്ക് പൊടിപടലം ഏറ്റതാക്കിയാൽ എനിക്ക് എന്ത് നഷ്ടം വരാനാണ്? കാരണം യുദ്ധത്തിൽ ഭാഗവാക്കാകുന്നവർക്ക് അവൻ അങ്ങനെയുള്ള ഒരു വ്യക്തി ഉയർത്തുന്ന ഓരോ ചുവടിനും പകരം 700 നന്മകൾ അവന് ലഭിക്കുന്നു. 700 മടങ്ങ് പദവികൾ ഉയർത്തപ്പെടുന്നു. അയാളുടെ 700 തിന്മകൾ ഇല്ലാതാക്കപ്പെടുന്നു. തുടർന്ന് ഹദരത്ത് അബൂബക്കർ ഉസാമയോട് പറഞ്ഞു: താങ്കൾ ഉചിതമാണെന്ന് കരുതുന്നെങ്കിൽ ഹദരത്ത് ഉമറിനെ എൻ്റെ കാര്യങ്ങളിൽ സഹായിക്കാനായി വിട്ടുതരണം. ഹദരത്ത് ഉസാമക്ക് അതിനുള്ള അനുമതി ലഭിക്കേണ്ടത്. അതിനുശേഷം ഹദരത്ത് ഉമർ ഹദരത്ത് ഉസാമയെ കാണുമ്പോഴൊക്കെ, എന്തിനധികം ഖലീഫ ആയതിനു ശേഷവും അദ്ദേഹത്തെ അസ്സലാമു അലൈക അയ്യുഹൽ അമീർ എന്ന് പറഞ്ഞായിരുന്നു അഭിസംബോധന ചെയ്തിരുന്നത്. കാരണം ആ സംഘത്തിൽ ഹദരത്ത് ഉമേറും ഉണ്ടായിരുന്നു. ആ സൈന്യത്തിന്റെ അമീർ ഹദരത്ത് ഉസാമയായിരുന്നു. അതുകൊണ്ട് തന്നെ ഖലീഫ ആയതിനു ശേഷം, സ്വയം ഖലീഫ ആയതിനു ശേഷം ഹദരത്ത് ഉമർ അല്ലയോ അമീർ അസ്സലാമു അലൈക്കും എന്ന് പറയുമായിരുന്നു. അപ്പോൾ ഹദരത്ത് ഉസാമ ഇങ്ങനെ മറുപടി നൽകുമായിരുന്നു: ഗഫറല്ലാഹു ലക യാ അമീറുൽ മുഅ്മിനീൻ, അല്ലയോ അമീറുൽ മുഅ്മിനീൻ, അള്ളാഹു താങ്കൾക്ക് പുറത്തു തെരുമാറാകട്ടെ. ഏറ്റവും അവസാനത്തെ
ഏറ്റവും അവസാനം സൈന്യത്തെ സംബോധന ചെയ്തുകൊണ്ട് ഹജരത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് 10 കാര്യങ്ങളെ ചൊല്ലി ഉപദേശം നൽകാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ വഞ്ചിക്കരുത്, അതുപോലെ യുദ്ധം മുതൽ നിന്നും മോഷ്ടിക്കരുത്, വാഗ്ദാനങ്ങൾ ലംഘിക്കരുത്, മൃതദേഹങ്ങൾ വികൃതമാക്കരുത്, അതായത് ആരുടെയും മൃതദേഹത്തിന്റെ ചെവിയോ മൂക്കോ മുറിച്ച് കണ്ണുകൾ ചൂഴ്ന്നെടുത്ത് മുഖം വികൃതമാക്കരുത്, കുട്ടികളെയൊന്നും വധിക്കരുത്, വൃദ്ധരെയും സ്ത്രീകളെയും വധിക്കരുത്, ഈന്തപ്പനകളെ മുറിക്കരുത്, അതിന് തീയിടുകയും ചെയ്യരുത്, ഫലം നൽകുന്ന വൃക്ഷങ്ങളെ മുറിക്കരുത്, ആടുമാടുകളെയും ഒട്ടകത്തെയും ഭക്ഷണത്തിന് വേണ്ടി അല്ലാതെ ഒരിക്കലും ബലി കഴിക്കരുത്, അറക്കരുത്. നിങ്ങൾ ചർച്ചുകളിലുള്ള തങ്ങളുടെ ജീവിതം ഒഴിഞ്ഞു വെച്ച ആളുകളെ കാണുന്നതാണ്. അവരുടെ അവസ്ഥയിൽ വിടുക. അതായത് യഹൂദ പുരോഹിതന്മാരെ ഒന്നും ചെയ്യരുത്, ക്രിസ്തീയ പാതിരിമാരെയും ഒന്നും ചെയ്യരുത്. നിങ്ങൾ വിവിധ തരത്തിലുള്ള ആളുകളുടെ അടുത്തെത്തുമ്പോൾ അവർ വിവിധ തരം ഭക്ഷണങ്ങൾ നിങ്ങൾക്ക് നൽകും. എന്നാൽ അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ച് അത് കഴിക്കുക. അല്ലാതെ അവർ ഭക്ഷണം നൽകുമ്പോൾ അത് ഹറാമാണെന്ന് പറഞ്ഞ് മാറി നിൽക്കരുത്. ബിസ്മില്ലാ ചൊല്ലി കഴിക്കുക. അതുപോലെ തലമുടി തങ്ങളുടെ ശിരസിന്റെ നടുഭാഗത്ത് ഒഴിവാക്കി 4 ഭാഗത്തും വര പോലെ മുടി നീട്ടി വളർത്തിയവരെയും നിങ്ങൾ കാണുന്നതാണ്. വാളുകൊണ്ട് അവരെ വകവരുത്തുക. ഇവരെ പറ്റി വിവിധ നിവേദനങ്ങളുണ്ട്. ഇവർ ക്രിസ്ത്യാനികളുടെ ഒരു സംഘമായിരുന്നു. നടുഭാഗത്ത് മുടി വടിച്ച ആളുകൾ പുരോഹിതന്മാരായിരുന്നില്ല അവർ, എന്നാൽ അവർ മത നേതാക്കന്മാരുടെ സ്ഥാനം വഹിക്കുന്നവരായിരുന്നു. അവർ മുസ്ലിങ്ങൾക്കെതിരിൽ ജനങ്ങളെ ഇളക്കി വിടുകയും അതുപോലെ യുദ്ധത്തിൽ ഭാഗവാക്കാകുകയും ചെയ്യുന്നവരായിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ ചർച്ചുകളിലുള്ള പുരോഹിതന്മാരെ ഒന്നും ചെയ്യരുത്, അവരുമായി ഏറ്റുമുട്ടരുത്. എന്നാൽ ജനങ്ങൾക്ക് പിന്നാലെ നടന്ന് യുദ്ധം ചെയ്യുന്ന ആളുകളെ, അതുപോലെ ജനങ്ങളെ പ്രകോപിതരാക്കുന്ന ഇളക്കി വിടുന്നവരെ, യുദ്ധത്തിന് വേണ്ടി മറ്റുള്ളവരെ ഇളക്കി വിടുന്നവരെ യുദ്ധം ചെയ്ത് വകവരുത്തണം. പറഞ്ഞു, അള്ളാഹുവിന്റെ നാമത്തിൽ നിങ്ങൾ പുറപ്പെടുക. അള്ളാഹു നിങ്ങളെ എല്ലാവിധ പരിക്കുകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും പ്ലേഗിൽ നിന്നും രക്ഷിക്കുമാറാകട്ടെ. ശേഷം ഹദരത്ത് അബൂബക്കർ ഉസാമയോട് ഇപ്രകാരം പറഞ്ഞു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും ചെയ്തു കൊള്ളുക. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന നടപ്പാക്കുന്ന കാര്യത്തിൽ ഒരു വീഴ്ചയും വരുത്തരുത്. അതിനുശേഷം ഹദരത്ത് അബൂബക്കർ ഹദരത്ത് ഉമറിനെയും കൂട്ടി മദീനയിലേക്ക് വന്നു. ഹദരത്ത് അബൂബക്കർ ഹിജ്റ വർഷം 11 റബീൽ അവൽ മാസം അവസാനത്തിലാണ് ഉസാമ ബിൻ സെയ്ദിന്റെ സൈന്യത്തെ അയച്ചത്. മറ്റൊരു നിവേദനം അനുസരിച്ച് ഹിജ്റ 11 റബിയു സാനി മാസത്തിലാണ് അയച്ചത്. ഹദരത്ത് ഉസാമ 20 രാത്രികൾ യാത്ര ചെയ്ത് ഉബുനവാസികൾക്ക് അടുത്തെത്തി. അവർക്ക് മേൽ പെട്ടെന്ന് അപ്രതീക്ഷിത ആക്രമണം നടത്തി. മുസ്ലിങ്ങളെ തിരിച്ചറിയുന്നതിനുള്ള അടയാളം യാ മൻസൂർ വ അമിത് എന്നായിരുന്നു. അതായത് അല്ലയോ മൻസൂർ, ആക്രമിക്കാൻ വരുന്ന എല്ലാവരെയും കൊന്നൊടുക്കുക, മുന്നോട്ട് വരുന്നവരെ, യുദ്ധത്തിന് മുന്നോട്ട് വരുന്നവരെ വധിക്കുക, പിടിക്കപ്പെടുന്നവരെ വധിക്കാതെ പിടിക്കപ്പെടാൻ പറ്റുന്നവരെ ബന്ധനസ്ഥരാക്കുക. ഹദരത്ത് ഉസാമ തന്റെ കുതിര സവാരികൾക്കിടയിൽ ചുറ്റിക്കൊണ്ട് നടന്നു, പരിശോധിച്ചു, സൈന്യ പരിശോധന നടത്തി. അന്നേ ദിവസം കിട്ടിയ യുദ്ധം മുതൽ സ്വരുക്കൂട്ടുന്നതിൽ വളരെ വ്യാപൃതനായി. ഹദരത്ത് ഉസാമ സബ എന്ന പേരുള്ള കുതിരപ്പുറത്തായിരുന്നു സഞ്ചരിച്ചിരുന്നത്. അദ്ദേഹം തന്റെ പിതാവിന്റെ ഘാതകനെയും വധിക്കുകയുണ്ടായി. വൈകുന്നേരമായപ്പോൾ ഹദരത്ത് ഉസാമ സൈന്യത്തോട് പുറപ്പെടാൻ കൽപ്പിച്ചു. അവർ തങ്ങളുടെ സൈന്യത്തിന്റെ വേഗത വർദ്ധിപ്പിച്ചു. അദ്ദേഹം 9 രാത്രി കൊണ്ട് വാതിൽ ഖുറയിലെത്തി. അദ്ദേഹം സൈന്യം സുഖമാണെന്ന വിവരം നൽകാൻ സന്ദേശവാഹകരെ മദീനയിലേക്ക് അയച്ചു. തുടർന്ന് പുറപ്പെടാൻ തീരുമാനിക്കുകയും 6 രാത്രി കൊണ്ട് മദീനയിൽ എത്തുകയും ചെയ്തു. ഈ സൈനിക നീക്കത്തിൽ മുസ്ലിങ്ങളിൽ ആരും തന്നെ ഷഹീദാക്കപ്പെട്ടില്ല. ഈ വിജയശ്രീ ലാളിതരായ സൈന്യം മദീനയിൽ എത്തിയപ്പോൾ ഹദരത്ത് അബൂബക്കർ മുഹാജിരിങ്ങൾക്കും മദീനവാസികൾക്കും ഒപ്പം സൈന്യത്തിന്റെ സമാധാനപരമായ മടക്കത്തിൽ സന്തോഷിച്ചുകൊണ്ട് അവരെ സ്വീകരിക്കാനായി, വരവേൽക്കാനായി നഗരത്തിന് പുറത്തേക്ക് വന്നു. ഹദരത്ത് ഉസാമ തന്റെ പിതാവിന്റെ കുതിരപ്പുറത്ത് സവാരി ചെയ്തുകൊണ്ട് ഹദരത്ത് ബുറൈദ ബിൻ ഉസൈബ് അദ്ദേഹത്തിന് മുന്നിൽ കൊടിയും പിടിച്ച് വരികയായിരുന്നു. അങ്ങനെ അവർ മസ്ജിദ് നബവിയിൽ പ്രവേശിച്ചു. ഹദരത്ത് ഉസാമ മസ്ജിദിലെത്തി 2 റക്അത്ത് നമസ്കരിച്ചു. പിന്നെ വീട്ടിലേക്ക് പോവുകയുണ്ടായി. വിവിധ നിവേദനങ്ങൾ അനുസരിച്ച് ഈ സൈന്യം 40 മുതൽ 70 ദിവസങ്ങൾ വരെ പുറത്ത് കഴിച്ചുകൂട്ടി. അതിനുശേഷമായിരുന്നു മദീനയിലേക്ക് തിരിച്ചു വന്നത്. ഇപ്രകാരം എഴുതിയിരിക്കുന്നു, ഒരുപക്ഷെ തിരുനബിയോട് ഹദരത്ത് അബൂബക്കറിനുള്ള അനുരക്തി കൊണ്ടായിരിക്കാം ഉസാമക്ക് വേണ്ടി തിരുനബി കെട്ടിയ കൊടിയെ പറ്റി അബൂബക്കർ പറഞ്ഞിരുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ തൃക്കരങ്ങളാൽ കെട്ടിയ കൊടി അബൂ ഖുഹഫയുടെ മകൻ എങ്ങനെ അഴിക്കും?
ഉസാമയുടെ സൈന്യം തിരിച്ചു വന്നപ്പോഴും ഈ കൊടിയുടെ കെട്ട് അഴിച്ചില്ല. കൊടി പിന്നീടും ഉസാമയുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഉസാമയുടെ വഫാത്ത് വരെ അത് അവിടെ തന്നെ ഉണ്ടായി. ഉസാമയുടെ സൈന്യത്തിന്റെ പ്രഭാവത്തെയും സ്വാധീനത്തെയും പറ്റി ഇപ്രകാരം എഴുതിയിരിക്കുന്നു: ഈ സൈന്യത്തിന്റെ വളരെയേറെ പ്രധാനപ്പെട്ടതും ദൂരവ്യാപകവുമായ പ്രഭാവങ്ങൾ കാണപ്പെട്ടു. ഒന്നാമതായി, ഉസാമയുടെ സൈന്യത്തെ ഇപ്പോൾ അയക്കാതിരിക്കുകയാണ് ഈ സന്ദർഭത്തിൽ അനിവാര്യമായി കാണുന്നത് എന്ന് ശക്തമായി ഊന്നി പറഞ്ഞിരുന്നവരൊക്കെ തന്നെ കാലത്തിന്റെ ഖലീഫയുടെ തീരുമാനം എത്ര സമയോചിതമാണെന്നും പ്രയോജനപ്രദമാണെന്നും അവർ മനസ്സിലാക്കുകയുണ്ടായി. ഹദരത്ത് അബൂബക്കർ വളരെ ഗഹന വീക്ഷണവും ദീർഘവീക്ഷണവും ഉൾക്കാഴ്ചയുമുള്ള ആളാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. രണ്ടാമത്തെ കാര്യം, ഈ സൈന്യത്തിന്റെ പുറപ്പാടിന് മുമ്പ് അറേബ്യൻ ഗോത്രങ്ങളിൽ മുസ്ലിങ്ങളുടെ അന്തസ്സ് വർദ്ധിക്കുകയും മുസ്ലിങ്ങൾക്ക് ശക്തിയില്ലെങ്കിൽ സൈന്യത്തെ അയക്കാൻ കഴിയുകയില്ലെന്നും അവർ ചിന്തിച്ചിരുന്നു. ഇത്രയും ശോചനീയാവസ്ഥയിലും ഈ സൈന്യം വന്നതുകൊണ്ട് അവർക്ക് മുസ്ലിങ്ങൾ വളരെ ശക്തരാണെന്ന് അവർക്ക് കരുതിയിരുന്നു, അവർക്ക് മേൽ പ്രഭാവം ചെലുത്തിയിരുന്നു. 3, അറേബ്യൻ അതിർത്തിയിലേക്ക് കണ്ണും നട്ടിരുന്ന അന്യദേശ ശക്തികൾ, പ്രത്യേകിച്ച് റോമക്കാർക്ക് മേൽ മുസ്ലിങ്ങളെ പറ്റി ഒരു ഭയപ്പാടുണ്ടായി. റോമക്കാർ ഒരു ഭാഗത്ത് ഇവരുടെ നബി മരിച്ചിരിക്കുന്നു, എന്നിട്ടും നമുക്ക് മേൽ ആക്രമണത്തിനായി ഇവർ വന്നിരിക്കുന്നു, ഇവർ എന്ത് ശക്തരായ സമൂഹമാണെന്ന് പറയാൻ തുടങ്ങി. സുപ്രസിദ്ധമായ വിദ്യാഭ്യാസ വിചക്ഷണനും പാശ്ചാത്യക്കാരനുമായ സർ തോമസ് വാക്കർ ആൾണർ ഉസാമയുടെ സൈന്യത്തെ പറ്റി എഴുതുന്നു. അതിന്റെ തർജ്ജമ ഇപ്രകാരമാണ്: മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം അബൂബക്കർ ഉസാമയുടെ സൈന്യത്തെ പറഞ്ഞയച്ചു. അതിനെ സിറിയയിലേക്ക് അയക്കാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനിച്ചതായിരുന്നു. അറേബ്യയിലെ അസ്വസ്ഥജനകമായ അവസ്ഥ കാരണം ചില മുസ്ലിങ്ങൾ അതിനെ തടയുന്നതിൽ ഷാഠ്യം പിടിച്ചിരുന്നു. അവരുടെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. എന്നാൽ അബൂബക്കർ താൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു കൽപ്പനയും കാലഹരണപ്പെടുത്തുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അവരുടെ ആ എതിർപ്പിന് തടഞ്ഞു നിർത്തിയത്, നിശബ്ദമാക്കിയതും. മദീന വന്യമൃഗങ്ങളാൽ ആക്രമിക്കപ്പെട്ടാലും ഈ സൈന്യം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗ്രഹം പൂർത്തിയാകാതെ തിരിച്ചു വരുന്നതല്ല എന്ന് പറയുകയുണ്ടായി. ഈ സുന്ദരമായ നടപടികളിലൂടെ സിറിയയിലും ഇറാനിലും വടക്കൻ ആഫ്രിക്കയിലും ഇസ്ലാമിന് പ്രാബല്യമുണ്ടായി. പുരാതന പേർഷ്യൻ സാമ്രാജ്യം അവസാനിക്കപ്പെട്ടു. റോമൻ സാമ്രാജ്യത്തിന് കീഴിൽ നല്ല പ്രദേശങ്ങൾ തന്നെ റോമൻ സാമ്രാജ്യത്തിന് കീഴിൽ നിന്നും സ്വതന്ത്രമാക്കപ്പെട്ടു. മറ്റൊരു സ്ഥലത്ത് ഇതേപറ്റി പരാമർശമുണ്ട്. എൻസൈക്ലോപീഡിയ ഇസ്ലാമിയയിൽ ഹദരത്ത് ഉസാമ എന്ന ശീർഷകത്തിന് കീഴിൽ ഇപ്രകാരം വന്നിരിക്കുന്നു: പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ഖലീഫ അബൂബക്കർ ഇങ്ങനെ കൽപ്പിച്ചു: ഉസാമയുടെ സൈന്യം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി പുറപ്പെടുന്നതാണ്. ഗോത്രങ്ങളിൽ നേരത്തെ തന്നെ കലാപം ഉണ്ടായിരുന്നെങ്കിലും ഉസാമ സിറിയയിലെ ബൽഖ എന്ന സ്ഥലത്ത് എത്തുകയുണ്ടായി. അവിടെയാണ് സെയ്ദിനെ കൊലപ്പെടുത്തിയിരുന്നത്. ഉസാമ ഉബ്ന എന്ന സ്ഥലത്തെ ആക്രമിച്ചു. മുർത്തദീങ്ങളുടെ വാർത്തയാൽ വളരെയധികം വിഷമത്തിലായിരുന്ന മദീനക്കാർ അദ്ദേഹത്തിന്റെ വിജയം കേട്ടതും ആഹ്ലാദഭരിതരായി. ഈ നീക്കം ഒരു സാധാരണ നടപടിയിൽ നിന്ന് ഒരു സവിശേഷ സ്ഥാനത്തിലേക്കും നീങ്ങുകയുണ്ടായി. അതുകൊണ്ട് ഈ നടപടി സിറിയയുടെ വിജയത്തിനുള്ള മുന്നൊരുക്കമാണെന്ന് പറയപ്പെടുന്നു. തുടർന്ന് ഹദരത്ത് അബൂബക്കറിനെ അഭിമുഖീകരിക്കേണ്ടി വന്ന മറ്റൊരു വെല്ലുവിളി സക്കാത്ത് നിഷേധികളുടെ ഫിത്നയായിരുന്നു, അവരുടെ കലാപമായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനെ പറ്റി അറേബ്യയിൽ വാർത്ത പരന്നപ്പോൾ എല്ലാ ഭാഗത്തും മുർത്തദീങ്ങളുടെയും കലാപകാരികളുടെയും ആധിക്യമുണ്ടായി. അല്ലാമ ഇബ്നു ഇസ്ഹാഖ് പറയുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് വേളയിൽ മക്കയും മദീനയും ഒഴികെയുള്ള അറേബ്യകൾ എല്ലാവരും തന്നെ മുർത്തദുകളായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം മക്കക്കാർ മുർത്തദാവുന്നതിൽ നിന്നും സുരക്ഷിതരായി. ഇതിന്റെ വിശദീകരണം ഇപ്രകാരം കാണുന്നു: മക്ക വിജയത്തിന്റെ അവസരത്തിൽ ഇസ്ലാം സ്വീകരിച്ച സുഹേൽ ബിൻ അമ്ര, ഇദ്ദേഹം ബദർ യുദ്ധത്തിൽ കാഫിറായ നിലയിൽ മുസ്ലിങ്ങളുടെ ബന്ദിയായിരുന്നു. അദ്ദേഹം തന്റെ ചുണ്ടുകളിൽ അടയാളമാക്കി വെച്ചിരുന്നു. ഹദരത്ത് ഉമർ ആ സന്ദർഭത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു: യാ റസൂലുള്ളാഹ്, ഇയാളുടെ മുൻവശത്തെ 2 പല്ലുകൾ മാറ്റുക. അവിടെ അയാൾ തന്റെ അടയാളം വെച്ചിട്ടുണ്ട്. മേലിൽ അയാൾ ഒരിക്കലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എതിരിൽ പ്രസംഗിക്കാനായി എഴുന്നേറ്റ് നിൽക്കരുത്, അതുകൊണ്ട് പല്ല് എടുത്തു മാറ്റുക എന്ന് പറയുകയുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി: അല്ലയോ ഉമർ, അയാളെ വിട്ടുകളയുക. അടുത്ത് തന്നെ, അതായത് താമസിയാതെ അദ്ദേഹത്തെ കുറിച്ച് താങ്കളും പ്രശംസിക്കുന്നതായിരിക്കും. ഹദരത്ത് ഉമർ അദ്ദേഹത്തിന് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ ആഗ്രഹിക്കുകയായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: വേണ്ട, ഒന്നും ചെയ്യേണ്ട,
ഒരു അവസരം വരാനിരിക്കുന്നു, അന്ന് അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളെ താങ്കളും പ്രശംസിക്കുന്നതായിരിക്കും. ഏതായാലും അദ്ദേഹം പറയുന്നു, ആ അവസരം വന്നത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിൽ മക്കക്കാർ അസ്വസ്ഥ ചിത്തരായ അവസ്ഥയിലായിരുന്നു വന്നത്. ഖുറൈശികൾ അറേബ്യക്കാർ മുർത്തദാകുന്നത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കക്കാരുടെ അമീറായി നിശ്ചയിച്ച ഉത്താബ് ബിൻ അസീദ് അമവി ഒളിച്ചോടിയത് കണ്ടു. ആ സമയത്ത് സുഹൈൽ ബിൻ അമ്ര എഴുന്നേറ്റ് നിന്ന് പ്രഭാഷണം നടത്തി. എന്നിട്ട് പറഞ്ഞു, അല്ലയോ ഖുറൈഷ് ഗോത്രമേ, അവസാനം ഇസ്ലാം സ്വീകരിച്ച് നിങ്ങൾ ഏറ്റവും ആദ്യം ഇസ്ലാമിൽ നിന്നും പിന്തിരിയുന്നവരായി മുർത്തദാകുന്നവരായി മാറരുത്. അള്ളാഹു ആണ് ഈ ദീൻ സൂര്യചന്ദ്രന്മാർ ഉദിച്ച് അസ്തമിക്കുന്നത് വരെ, അതുപോലെ വ്യാപിക്കുന്നത് പരക്കുന്നത് പോലെ ഈ ഇസ്ലാമും പരക്കുന്നതായിരിക്കും. അങ്ങനെ സുഹൈൽ ഒരു നീണ്ട പ്രഭാഷണം നടത്തി. ആ പ്രസംഗം മക്കക്കാരുടെ ഹൃദയത്തെ വലുതായി സ്വാധീനിച്ചു. അവർ തങ്ങളുടെ സ്ഥൈര്യം പ്രകടിപ്പിച്ചു. ഹദ്റത്ത് ഉത്താബിനെയും തിരിച്ചു വിളിപ്പിച്ചു. ഉത്താബ് ബിൻ ഉസൈദ് ഒളിച്ചതായിരുന്നു. ഖുറൈശികൾ ഇസ്ലാമിൽ സ്ഥിരചിത്തരായി നിലകൊള്ളുകയുണ്ടായി. അതിനുശേഷം മുർത്തദായവരുടെ നിരവധി വിഭാഗങ്ങളുണ്ട്. അവരെ പരാമർശിച്ചുകൊണ്ട് ഹദ്റത്ത് അബൂബക്കറിന്റെ ചരിത്രം രേഖപ്പെടുത്തിയ ഒരു ചരിത്രകാരൻ ഇപ്രകാരം എഴുതുന്നു: മുർത്തദീങ്ങളുടെ തരങ്ങൾ. മുർത്തദാകുന്നതിന് വിവിധ രൂപങ്ങളുണ്ടായിരുന്നു. ചിലർ പൂർണ്ണമായും ഇസ്ലാം ഉപേക്ഷിച്ച് പൊയ് ദൈവങ്ങളെയും വിഗ്രഹാരാധനയും സ്വീകരിച്ചു. ചില ആളുകൾ നുബുവത്ത് വാദിച്ചു. മറ്റു ചിലർ ഇസ്ലാമിനെ അംഗീകരിക്കുകയും നമസ്കാരം തുടരുകയും ചെയ്തെങ്കിലും സക്കാത്ത് കൊടുക്കുന്നതിൽ നിന്ന് പിന്മാറി. ചില ആളുകൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിൽ സന്തോഷവാന്മാരാകുകയും ജാഹിലിയ സ്വഭാവങ്ങളിലും ശീലങ്ങളിലേക്കും മടങ്ങുകയും ചെയ്തു. ചില ആളുകളാകട്ടെ അത്ഭുതപ്പെട്ടുകൊണ്ട് ആർക്കാണ് വിജയം കിട്ടുക എന്ന് കാത്തിരുന്നു. ഈ എല്ലാ രൂപത്തിന്റെയും വിശദീകരണം ചരിത്ര കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ നൽകിയിട്ടുണ്ട്. ഇമാം ഖത്താബി പറയുന്നു, മുർത്തദീങ്ങൾ രണ്ട് വിധത്തിലുണ്ടായിരുന്നു. ഒരു കൂട്ടർ ദീനിൽ നിന്നും മുർത്തദായവരായിരുന്നു. അവർ മതം ഉപേക്ഷിച്ച് കുഫറിലേക്ക് തിരിച്ചുപോയവരായിരുന്നു. ഈ വിഭാഗത്തിന്റെയും രണ്ട് അവാന്തര കക്ഷികളുണ്ടായിരുന്നു. ഒരു കക്ഷി മുസൈൽമ കസാബിനെയും അസ്വദ് അൻസിയെയും വിശ്വസിച്ചവരായിരുന്നു. അവരുടെ നുബുവത്തിനെ അംഗീകരിച്ചവരും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിനെ ധിക്കരിച്ചവരുമായിരുന്നു. മറ്റൊരു കൂട്ടർ ഇസ്ലാമിൽ നിന്നും പുറത്തുപോയവരായിരുന്നു. ശരീഅത്തുപരമായ കൽപ്പനകൾ അവർ നിരാകരിച്ചു. നോമ്പിനും ഇടയിൽ വ്യത്യാസം കൽപ്പിച്ചു. നമസ്കാരം അംഗീകരിച്ചെങ്കിലും സക്കാത്ത് നിർബന്ധമാണെങ്കിലും അത് ഖലീഫയ്ക്ക് നൽകുന്നത് നിന്ന് നിഷേധിച്ചു. സക്കാത്ത് നിഷേധികളിൽ സക്കാത്ത് കൊടുക്കാൻ ആഗ്രഹിക്കുന്നവരും ഉണ്ടായിരുന്നു. പക്ഷെ അവരുടെ നേതാക്കന്മാർ അതിൽ നിന്നും അവരെ തടഞ്ഞു. മുർത്തദീങ്ങളെ ഇങ്ങനെ തരം തിരിച്ചതിൽ ഏറ്റവും അടുത്തത് കാസി അയാസ് നൽകിയ തരംതിരിവാകുന്നു. അങ്ങനെ പലതരം മുർത്തദീങ്ങളുടെ വിഭജനങ്ങളും ഉണ്ടായിട്ടുണ്ട്. കാസി അയാസ് നൽകിയ തരംതിരിവ് ഇപ്രകാരമാണ്. അദ്ദേഹം 3 തരം മുർത്തദീങ്ങളെ കുറിച്ച് വിവരിച്ചിട്ടുണ്ട്. 1 വിഗ്രഹാരാധന സ്വീകരിച്ചവർ, 2 മുസൈൽമ കസാബിനെയും അസ്വദ് അൻസിയെയും പിൻപറ്റിയവർ, 2 പേരെയും നബുവത്ത്വാദികളായിരുന്നു. 3 ഇസ്ലാമിൽ നിലകൊണ്ടെങ്കിലും സക്കാത്ത് നിഷേധിച്ചവർ, അതിനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് അത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തേക്ക് മാത്രമായിരുന്നു നിർബന്ധമായിരുന്നത് എന്ന് പറഞ്ഞവരായിരുന്നു. ഡോക്ടർ അബ്ദുറഹ്മാൻ എന്ന ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹം പറയുന്നു, മുർത്തദീങ്ങളുടെ 4 വിഭാഗമുണ്ടായിരുന്നു. 1 വിഗ്രഹാരാധകരായി മാറിയവർ, 2 കള്ളപ്രവാചകന്മാരെ അസ്വദ് അൻസി, മുസൈൽമ കസാബ്, സുജാ എന്നിവരെ പിൻപറ്റിയവർ, 3 കൂട്ടർ ജക്കാത്ത് നിർബന്ധമാണെന്ന് കാര്യം നിഷേധിച്ചവർ, 4 ജക്കാത്ത് നിർബന്ധമാണെന്ന് നിഷേധിച്ചില്ലെങ്കിലും ഹദ്റത്ത് അബൂബക്കറിന് അത് നൽകുന്നതിൽ നിന്നും അവർ മാറി നിന്നു, അത് നിഷേധിച്ചു. ജക്കാത്ത് കൊടുക്കുന്നത് നിഷേധിച്ചവരിൽ പ്രമുഖരായവർ മദീനയുടെ സമീപ ഗോത്രങ്ങളായ അബ്സ്, ദുബിയാൻ, അവരുമായി ചേർന്ന ഗോത്രങ്ങളായ ബനു കിനാന, അത്ഫാൻ, ഫസാറ എന്നിവരായിരുന്നു. ഹവാസൻ ഗോത്രം മുർത്തദായിരുന്നു. അവരും ജക്കാത്ത് കൊടുക്കുന്നതിൽ നിന്ന് നിഷേധിച്ചു. ജക്കാത്ത് നിഷേധികളെ സംബന്ധിച്ച് സഹാബാക്കളോട് കൂടിയാലോചന നടത്തിയ വിവരണമാണ് ഇനിയുള്ളത്. ഹദ്റത്ത് അബൂബക്കർ മുതിർന്ന സഹാബാക്കളെ ഒരുമിച്ച് കൂട്ടി ജക്കാത്ത് നിഷേധികളോട് യുദ്ധം ചെയ്യാൻ വേണ്ടി ആലോചിച്ചു. ജക്കാത്ത് നിഷേധികളുമായി യുദ്ധം ചെയ്യുന്നതാണ്, അതായത് സാധാരണ മുസ്ലിങ്ങളോടല്ല, ജക്കാത്ത് നിഷേധിച്ച മുസ്ലിങ്ങളോട്. ഹദ്റത്ത് ഉമർ ബിൻ ഖത്താബിന്റെയും അധികം മുസ്ലിങ്ങളുടെയും അഭിപ്രായം അള്ളാഹുവിനെയും
റസൂലിനെയും വിശ്വസിക്കുന്നവരുമായി ഒരിക്കലും യുദ്ധം ചെയ്യാൻ പാടില്ല എന്നായിരുന്നു. മറിച്ച് അവരെ തങ്ങളോടൊപ്പം ചേർന്ന് പിടിച്ച് മുർത്തദ്ദീങ്ങൾക്കെതിരിൽ അവരെ തിരിക്കണം, അവരെ സജീവമാക്കണം എന്നായിരുന്നു അവരുടെ അഭിപ്രായം. ചിലർ ഈ അഭിപ്രായത്തിനും എതിർ നിന്നു, പക്ഷെ അവരുടെ എണ്ണം നന്നേ കുറവായിരുന്നു. മറ്റൊരു നിവേദനത്തിൽ പറയുന്നു, സഹാബാക്കൾ ഹദരത്ത് അബൂബക്കർ ഇപ്രകാരം അഭിപ്രായം നൽകി: ജക്കാത്ത് നിഷേധികൾ അവരുടെ പാടിന് വിടുക, അവർക്ക് പാരിതോഷികങ്ങൾ നൽകി അവരുടെ വിശ്വാസം ഹൃദയങ്ങളിൽ ബലപ്പെടുത്തണമെന്നും പിന്നീട് അവരിൽ നിന്ന് ജക്കാത്ത് പിരിക്കണമെന്നുമായിരുന്നു. ഹദരത്ത് അബൂബക്കർ അത് അംഗീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്തില്ല. ഹദരത്ത് അബൂബക്കർ അവരോട് യുദ്ധം ചെയ്ത് ശക്തി ചെലുത്തി സമ്മർദ്ദത്തോടെ സക്കാത്ത് വാങ്ങിക്കാൻ നിർബന്ധിക്കണം എന്ന അഭിപ്രായക്കാരനായിരുന്നു. ഈ പക്ഷത്തെയാണ് അദ്ദേഹം പിന്തുണച്ചത്. ഇക്കാര്യത്തിൽ അദ്ദേഹം എത്രത്തോളം ശക്തമായി നിലകൊണ്ടുവെന്നാൽ അദ്ദേഹം ഉറക്കെ പറഞ്ഞു, അള്ളാഹു ആണ് ജക്കാത്ത് നിഷേധികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് കയറിന് ജക്കാത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്കത് നൽകുന്നത് നിഷേധിക്കുകയാണെങ്കിൽ പോലും ഞാൻ അവർക്കെതിരിൽ യുദ്ധം ചെയ്യുന്നതാണ്. ബുഖാരിയിലെ ഒരു നിവേദനത്തിൽ ഇതിന്റെ വിശദീകരണം ഇങ്ങനെ കാണാം. അബൂ ഹുറൈറ നിവേദനം ചെയ്യുന്ന ഹദരത്ത് ഉമർ ചോദിച്ചു, താങ്കൾ എങ്ങനെയാണ് ജനങ്ങളോട് യുദ്ധം ചെയ്യുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഉമിർതു അൻ ഉഖാതില നാസ ഹത്ത യഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹു വമൻ ഖാലഹ ഫഖദ് അസിമ മിന്നി മാലഹു വനഫ്സഹു ഇല്ലാ ബിഹഖി വഹിസാബു അലല്ലാഹ്. എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിക്കുന്നത് വരെ അവരോട് യുദ്ധം ചെയ്യണം എന്നാണ്. അങ്ങനെ അംഗീകരിച്ചവർക്ക് തങ്ങളുടെ സമ്പത്തും ജീവനും സംരക്ഷിക്കപ്പെടുന്നതായിരിക്കും. ആരുടെയെങ്കിലും അവകാശം ബാക്കിയുണ്ടെങ്കിൽ അതൊഴികെ അവരുടെ കണക്ക് അള്ളാഹുവിന്റെ പക്കലാണ്. അപ്പോൾ ഹദരത്ത് അബൂബക്കർ പറഞ്ഞു, അള്ളാഹു ആണ്, ഞാൻ തീർച്ചയായും നമസ്കാരത്തിനും സക്കാത്തിനും ഇടയിൽ അന്തരം കൽപ്പിച്ചവർക്കെതിരെ യുദ്ധം ചെയ്യുന്നതാണ്. കാരണം സക്കാത്ത് സമ്പത്തിന്റെ മേലുള്ള കടമയാണ്. ആരെങ്കിലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആട്ടിൻകുട്ടിക്ക് സക്കാത്ത് കൊടുത്തിരുന്നുണ്ടെങ്കിൽ എനിക്ക് അത് സക്കാത്ത് നൽകുന്നില്ലെങ്കിൽ അത് തടഞ്ഞു വെച്ച കാരണത്താൽ ഞാൻ അവരോട് യുദ്ധം ചെയ്യുന്നതാണ്. ഹദരത്ത് ഉമർ പറഞ്ഞു, അള്ളാഹു ആണ്, അങ്ങനെ ഉണ്ടായിട്ടുണ്ടായില്ല. അതിനു മുന്നേ തന്നെ അള്ളാഹു അബൂബക്കറിന്റെ ഹൃദയം വിശാലമാക്കി. അതാണ് ശരിയെന്ന് എനിക്ക് ബോധ്യമായി. ഹദരത്ത് അബൂബക്കർ ശരിയാണ് പറയുന്നതെന്ന് ഹദരത്ത് ഉമറിനെ അംഗീകരിക്കേണ്ടി വന്നു. അത് സയ്യിദ് സൈനുൽ ആബിദീൻ വലിയുള്ള ഷാ സാഹിബ് ഹദീസ് അസിമ മിന്നി മാലഹു വനഫ്സഹു ഇല്ലാ ബിഹഖി എന്ന ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് എഴുതുന്നു, ഇല്ലാ ബിഹഖി ഇസ്ലാം എന്ന വചനം കൊണ്ട് ആ വിഷയം വ്യക്തമാകുന്നുണ്ട്. ഒരു മുസ്ലിം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്ലാമിക കടമകളെ സംരക്ഷിക്കുന്നില്ലെങ്കിൽ അയാൾക്ക് ശിക്ഷിക്കപ്പെടുന്നതാണ്. വിശ്വാസി ആയതുകൊണ്ട് മാത്രം അയാൾക്ക് ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയുന്നതല്ല. ബി ഹക്കിൽ ഇസ്ലാം എന്നതിന് രണ്ട് വിധം അർത്ഥം നൽകപ്പെടാം. ഒന്ന്, ഇസ്ലാമിക അവകാശങ്ങൾ എന്നതിൽ ഹക്ക് എന്നത് ധാതു പദമാണ്, അതിന് ബഹുവചന അർത്ഥവുമുണ്ട്. രണ്ടാമത്തെ അർത്ഥം, ഇസ്ലാം സമ്പത്തും ജീവനും നൽകുന്നത് നിർബന്ധമാണെന്ന് പറയുന്നു. ഹക്കൽ അമറു അസ്ബത്തു ഔജബഹു, അതായത് അതിന് നിർബന്ധമാക്കി കണക്കാക്കപ്പെട്ടിരിക്കുന്നു. അതിന് വൈവിധ്യം, ഒരുപാട് എണ്ണം എന്ന അർത്ഥമുണ്ട്. അതുപോലെ ഈ സമുദായത്തിലെ അംഗങ്ങളുടെ സമാധാനം അവർ അവകാശങ്ങൾ നൽകുന്നതിൽ അടിസ്ഥാനത്തിലായിരിക്കും. ടാക്സ് കൊടുക്കാതിരിക്കുന്നത് രാജ്യദ്രോഹവും ശിക്ഷാർഹവുമാണ്. അതേപോലെ തന്നെയാണ് സക്കാത്ത് നൽകാതിരിക്കുന്ന കാര്യം. ഹദരത്ത് ഉമർ ആദ്യം ഹദരത്ത് അബൂബക്കറിനോട് യോജിച്ചില്ല. എന്നാൽ ഇല്ലാ ബിഹഖി എന്നതിന്റെ വിശദീകരണം കേട്ടപ്പോൾ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തെ ശരിവെക്കുകയുണ്ടായി. ഈ സംഭവത്തിൽ നിന്നും മനസ്സിലാകുന്നത്, ബാഹ്യമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ തീർച്ചയായും അതിൽ ഒരു കഴമ്പുമില്ല എന്നതാണ്. ഈ അഭിപ്രായത്തിന്റെ ശീർഷകം ഫൈൻ താബു വ അഖാമുസ്സലാത്ത വആതു സകാത്ത ഫഖല്ലു സബീലഹും എന്നാകുന്നു. ആ അവസ്ഥയിൽ മേൽ ആയത്തിലെ വിഷയം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു പറയുന്നു, ഫൈൻ താബു വ അഖാമുസ്സലാത്ത വആതു സകാത്ത ഫഇഖ്വാനുക്കും ഫിദ്ദീൻ. തൗബ ചെയ്യുകയും നമസ്കാരം നിലനിർത്തുകയും സക്കാത്ത് കൊടുക്കുകയും ചെയ്യുന്നവർ ദീനിൽ നിങ്ങളുടെ സഹോദരന്മാരാകുന്നു. അവരോട് മുഖം തിരിക്കരുത്. ഈ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത്, ഈ മൂന്ന് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഒഴിവാക്കിയാൽ അത് അയാൾ മുസ്ലിം ആകുകയില്ല. ഇസ്ലാമിന്റെ 5 കാര്യങ്ങളും നിറവേറ്റേണ്ടത് അനിവാര്യമാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വയം തന്നെ ഇല്ലാ ബിഹഖി എന്ന് പറഞ്ഞുകൊണ്ട് ധനത്യാഗത്തെ സമൂഹത്തിലെ അശരണ വിഭാഗത്തിന്റെ അവകാശമായി പ്രഖ്യാപിക്കേണ്ടേ. അതായത് കഴിവുള്ളവർ, ശേഷിയുള്ളവർ ഇസ്ലാമിക നിയമങ്ങൾ പാലിക്കേണ്ടത് അനിവാര്യമാണ്. അവർക്ക് മേൽ സാമ്പത്തിക കടമ നിർബന്ധമാക്കിയിരിക്കുന്നു, അതവർ കൊടുക്കേണ്ടതാണ്. ഈ സാഹചര്യത്തിൽ അവരുടെ അവകാശവും സംരക്ഷിക്കപ്പെടുന്നതാണ്. ഇല്ലാ ബിഹഖി എന്ന പദങ്ങളുടെ വിശദീകരണം ഹദരത്ത് അബൂബക്കറിന്റെ സൂക്ഷ്മവും വിശാലവുമായ ദൃഷ്ടിയേക്കുള്ള തെളിവാകുന്നു. ഹദരത്ത് അബൂബക്കറിന്റെ വീക്ഷണത്തിൽ
ജക്കാത്ത് കൊടുക്കാതിരിക്കുന്നത് കലാപത്തിന് തുല്യമാണ്. ജക്കാത്ത് കൊടുക്കാത്ത ഒരു വ്യക്തി ഇസ്ലാമിക സമൂഹത്തിന്റെ ഭാഗമല്ല. അതുകൊണ്ട് അത്തരം കലാപത്തിനെതിരിൽ യുദ്ധം ചെയ്യേണ്ടത് നിർബന്ധമാണ്. തീർച്ചയായും ഇസ്ലാം ലാ ഇക്രാഹ ഫിദ്ദീൻ, ദീനിൽ യാതൊരു ബലാത്കാരവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദീനി കാര്യങ്ങളിൽ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. എന്നാൽ മുസ്ലിമാണെന്ന് വാദിക്കുകയും ഇസ്ലാമിക സമൂഹത്തിൽ ഭാഗവാക്കായി അതിൻ്റെ പൊതു സംരക്ഷണത്തിൽ നിന്നും ഫലമെടുക്കുകയും അതിൻ്റെ അനുഗ്രഹങ്ങളിൽ നിന്നുമൊക്കെ ഫലമെടുക്കുകയും ചെയ്തിട്ടും സാമൂഹികമായ തങ്ങളുടെ അവകാശങ്ങളിൽ നിന്നും നല്ലപോലെ അവർ ഗുണഭോക്താവായിട്ടും ഇസ്ലാമിക സമൂഹത്തിലെ അംഗമെന്ന നിലയിൽ അവരിൽ അർപ്പിതമായ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും കടമകളിൽ നിന്നും അവർ വിട്ടുനിൽക്കുകയാണെങ്കിൽ, നിറവേറ്റുന്നില്ലെങ്കിൽ അത്തരം വ്യക്തി സാമൂഹികമായ സുരക്ഷയ്ക്കും അവകാശിയാകുന്നതല്ല. ലോകത്തുള്ള ഒരു ഭരണ സംവിധാനവും കലാപികാരികളെ വെച്ചു പൊറപ്പിക്കുന്നതല്ല. ഇസ്ലാമിക വ്യവസ്ഥിതിയിലെ ജക്കാത്തും സദക്കകളും വാസ്തവത്തിൽ സാമൂഹികമാകുന്നു, വ്യക്തിപരമായ ഒന്നല്ല. അതിന്റെ ഫലവും പ്രഭാവവും സമൂഹത്തിനാകുന്നു, വ്യക്തിക്കല്ല. ഒരു നിവേദനത്തിൽ പറയുന്നു, ഹസ്രത്ത് ഉമർ ആ അവസരത്തിൽ പറയുകയുണ്ടായി, അല്ലയോ ഖലീഫത്തുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ജനങ്ങളുടെ ഹൃദയങ്ങളെ കൂട്ടിയിണക്കുകയും സന്തോഷിപ്പിക്കുകയും അവരോട് സൗമ്യമായി പെരുമാറുകയും ചെയ്യുക. അപ്പോൾ ഹസ്രത്ത് അബൂബക്കർ ഹസ്രത്ത് ഉമറിനോട് പറഞ്ഞു, ജാഹിലിയ കാലത്ത് നിങ്ങൾ വളരെ ധീരനായിരുന്നല്ലോ, ഇപ്പോൾ എന്താ ധൈര്യമൊക്കെ ചോർന്നു പോയോ? ഏതായാലും സക്കാത്ത് നിഷേധികളുടെ നിലപാടും അവരോടുള്ള യുദ്ധവും അതിൽ സംബന്ധിച്ച് സ്വന്തക്കാരിലും അതുപോലെ അന്യരിലും എന്തൊക്കെ പ്രതിഫലനമുണ്ടായി എന്നതിനെ കുറിച്ച് ഇൻഷാല്ല പിന്നീട് വിവരിക്കുന്നതാണ്. ഇന്ന് വീണ്ടും ഞാൻ ലോകത്തിന്റെ ഇപ്പോഴത്തെ സാഹചര്യത്തെക്കുറിച്ച് പറഞ്ഞ് ദുആക്ക് വേണ്ടി അപേക്ഷിക്കുകയാണ്. അള്ളാഹു ഈ ഇരുപക്ഷത്തുള്ള ഭരണകൂടങ്ങൾക്കും ബുദ്ധി നൽകട്ടെ, മനുഷ്യത്വത്തിന്റെ രക്തം ചിന്താതിരിക്കട്ടെ, അതിൽ നിന്ന് ഇവർ പിന്മാറട്ടെ. അതോടൊപ്പം ഈ യുദ്ധത്തിൽ നിന്നും നമുക്ക് മുസ്ലിങ്ങൾക്ക് ഒരു പാഠം ഉൾക്കൊള്ളേണ്ടതുണ്ട്. ഈ യുദ്ധം ചെയ്യുന്നവരൊക്കെ ഓരോ പക്ഷവും ഒറ്റക്കെട്ടായിരിക്കുന്നു. എന്നാൽ മുസ്ലിങ്ങൾ ഒരേ കലിമ ചൊല്ലുന്നവരായിട്ടും ഒരിക്കലും ഒരുമിച്ച് കൂടുന്നതല്ല. ഇറാഖിലും സിറിയയിലും യുദ്ധം നടന്നു, യമനും തകർക്കപ്പെടുന്നു, അന്യരെ കൊണ്ട് തകർക്കപ്പെട്ടു. അതായത് അവർ അന്യരോടൊപ്പം ചേർന്ന് നാശത്തിൽ പങ്കുചേർന്നു. ഒരുമിക്കേണ്ടതിന് പകരം അവർ തകർക്കുകയാണ് ചെയ്യുന്നത്. ചുരുങ്ങിയത് ഐക്യത്തിന്റെ പാഠമെങ്കിലും ഈ മുസ്ലിങ്ങൾ അന്യരിൽ നിന്ന് പഠിക്കട്ടെ. അള്ളാഹു മുസ്ലിം സമുദായത്തിനും മുസ്ലിങ്ങൾക്കും മുസ്ലിം ഉമ്മത്തിനും മേൽക്കാരനെ ചെയ്യട്ടെ. ഇവർ കാലത്തിന്റെ ഇമാമിനെ അംഗീകരിക്കുന്നവരായെങ്കിൽ മാത്രമേ അത് സാധ്യമാകുകയുള്ളൂ. അള്ളാഹു ആ ആവശ്യത്തിന് വേണ്ടിയാണ് ഈ ഇമാമിനെ അയച്ചിട്ടുള്ളത്. അള്ളാഹു അവർക്ക് ബുദ്ധിയും വിവേകവും നൽകട്ടെ. അവർ തങ്ങളുടെ അവസ്ഥകൾ നന്നാകട്ടെ. തങ്ങളുടെ സ്രോതസ്സുകളും മാർഗങ്ങളും ഉപയോഗിച്ച് ലോകത്തെ യുദ്ധത്തിൽ നിന്നും തടയുന്നവരായി അവർ തീരട്ടെ. സ്വയം യുദ്ധത്തിൽ ഭാഗാകാതിരിക്കട്ടെ, അതിൽ നിന്നും അവർ പിന്മാറട്ടെ. നമസ്കാരത്തിന് ശേഷം ഞാൻ ഒരു ജനാസ ഗായിബ് നമസ്കരിപ്പിക്കുന്നതാണ്. സയ്യിദ കൈസർ സഫർ ഹാഷ്മി സാഹിബയുടേതാണത്. അവർ ലാഹോറിലെ ജഫർ ഇക്ബാൽ ഹാഷ്മി സാഹിബിന്റെ പത്നിയായിരുന്നു. കഴിഞ്ഞ ദിവസം അവർ വഫാത്താകുകയുണ്ടായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അവർ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിന്റെ സാബി ഹസ്രത്ത് സയ്യിദ് മുഹമ്മദ് അലി ബുഖാരി സാഹിബിന്റെ പൗത്രിയായിരുന്നു. അതുപോലെ സയ്യിദ് നസീർ അഹമ്മദ് ബുഖാരി സാഹിബിന്റെ വീട്ടിലാണ് ജനിച്ചത്. വിവാഹത്തിന് ശേഷം വിവിധ സ്ഥലങ്ങളിൽ അവർ താമസിക്കുകയുണ്ടായി. 1961 വിവാഹിതയായത്. അതിനുശേഷം 1981 അല്ലാമ ഇക്ബാൽ ടൗൺ ലാഹോറിലേക്ക് അവർ ഷിഫ്റ്റ് ആയി. അവിടെ ലജ്നയുടെ സേവനത്തിൽ അവർ മുഴുകി. സദർ എന്ന നിലയിലും സെക്രട്ടറി എന്ന നിലയിലും സേവനങ്ങൾ അനുഷ്ഠിച്ചു. നമസ്കാരത്തിനും നോമ്പിലും കൃത്യനിഷ്ഠയും ചെയ്യുന്ന, അതുപോലെ ദുആ ചെയ്യുന്ന വ്യക്തിയായിരുന്നു. ആതിഥേയയും ക്ഷമയും നന്ദിയുമുള്ള ആത്മാർത്ഥയായ മഹിളയായിരുന്നു. ഖിലാഫത്തിനോട് നല്ല സ്നേഹവും അനുസരണവുമായിരുന്നു. സാമ്പത്തിക ത്യാഗങ്ങളിൽ മുൻകടക്കുമായിരുന്നു. ചന്ത വർഷാദ്യത്തിൽ തന്നെ കൊടുത്തു തീർക്കുമായിരുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ മൂസിയ ആയിരുന്നു. സന്തപ്ത കുടുംബത്തിൽ ഭർത്താവിനെ കൂടാതെ 5 ആൺമക്കളും ഒരു പെൺകുട്ടിയുമുണ്ട്. ഒരു മകൻ മഹമ്മൂദ് ഇക്ബാൽ ഹാഷ്മി സാഹിബ് ദേവമാർഗത്തിൽ തടങ്കലിലാണ്. ഇപ്പോൾ ലാഹോറിലെ ക്യാമ്പ് ജയിലിലാണ് ഉള്ളത്. അദ്ദേഹത്തിന് ജയിലിൽ നിന്നും പുറത്തു വരാനുള്ള അനുമതി ലഭിച്ചില്ല. എന്നാലും മാതാവിന്റെ മൃതദേഹം ജയിലിൽ കൊണ്ടുവന്ന് കാണിക്കാൻ അധികൃതർ സന്മനസ് കാണിക്കുകയുണ്ടായി. അവസാന ദർശനത്തിനുള്ള സമ്മതം നൽകുകയുണ്ടായി. അഹമ്മദികൾക്കെതിരിൽ ഇസ്ലാമിക ചിഹ്നങ്ങൾ അവർ ദുരുപയോഗപ്പെടുത്തുന്നു എന്ന ആരോപണത്തിൽ വലിയ വലിയ ശിക്ഷകളാണ് നൽകുന്നത്. മാതാവിന്റെ ജനാസ നമസ്കരിക്കാൻ പോലും ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ അവർ അനുമതി നൽകുന്നില്ല.
വലിയ വലിയ ഘാതകന്മാർക്ക് പോലും പരോൾ സമ്മതിക്കുന്നു. അള്ളാഹു ഈ രാജ്യത്തിലെ ഭരണകൂടത്തിന് മേലും കരുണ ചൊരിയട്ടെ. അതുപോലെ മഹമ്മൂദ് ഇക്ബാൽ സാഹിബിന് അദ്ദേഹത്തിന്റെ 3 സുഹൃത്തുക്കൾക്കുമെതിരിൽ 2019 ജൂണിലാണ് കേസ് ഉണ്ടായത്. ജാമ്യം ഉണ്ടായിരുന്നു, ജാമ്യം ലഭിച്ചിരുന്നു. എന്നാൽ 2021 ആഗസ്റ്റിൽ ആ ജാമ്യം റദ്ദാക്കപ്പെട്ടു. കോടതി വീണ്ടും അവരെ അറസ്റ്റ് ചെയ്ത് തടങ്കലിലാക്കി. അള്ളാഹു എത്രയും വേഗം അദ്ദേഹത്തിന്റെ വിടുതലിനുള്ള സാഹചര്യം ഒരുക്കട്ടെ. മർഹൂമയുടെ ഒരു പൗത്രൻ ഹാഷിം ഇക്ബാൽ ഹാഷ്മി സാഹിബ് ഇവിടെ UK മൊറബി സിൽസിലയാണ്. അള്ളാഹു അദ്ദേഹത്തിനും മാതാമഹിയുടെ നന്മകളിൽ ചരിക്കാനും അതുപോലെ മക്കൾക്കും അതനുസരിച്ച് ജീവിക്കാനും തൗഫീഖ് നൽകട്ടെ. മർഹൂമയോട് അള്ളാഹു കാരുണ്യപൂർവ്വം വർത്തിക്കുമാറാകട്ടെ. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.